CPM-ൻ്റെ ഓരോരോ മേഖലയിലുള്ള സമ്മേളനങ്ങൾ പൂർത്തിയാക്കി ഇപ്പോൾ ജില്ലാ സമ്മേളനങ്ങൾ നടന്നു വരികയാണ്. മുപ്പത്തെട്ടായിരത്തോളം വരുന്ന ബ്രാഞ്ച് സമ്മേളനങ്ങളും 2444 ലോക്കൽ സമ്മേളനങ്ങളും 209 ഏരിയ സമ്മേളനങ്ങളും പൂർത്തിയായി. ജില്ലാ സമ്മേളനമാണിപ്പോൾ വരുന്ന മാസം 11-ാം തീയതി അവസാനിക്കുന്ന തൃശ്ശൂർ സമ്മേളനത്തോടുകൂടി പൂർത്തിയാവുക. പാലക്കാട് ജില്ലാ സമ്മേളനം ഇന്നും നാളെയും മറ്റന്നാളുമായി ഇവിടെ നടക്കുകയാണ്. ഈ സമ്മേളനം പ്രതിനിധി സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് ആദ്യം തന്നെ അറിയിക്കുകയാണ്. ജനാധിപത്യ പാർട്ടികൾ എന്നവകാശപ്പെടുന്ന പാർട്ടികൾക്ക് അവരുടെ സമ്മേളനങ്ങൾ, അവരുടെ ഭാരവാഹി തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെ പതിറ്റാണ്ടുകൾ കഴിഞ്ഞാലും ചർച്ചയും അതിൻ്റെ ഭാഗമായ തർക്കവും പ്രശ്നങ്ങളുമെല്ലാം മുൻനിർത്തി നോമിനേഷനിൽ ഒതുങ്ങി നിൽക്കുകയാണ് ഇപ്പോഴും എന്നുള്ളതാണ് സത്യം. അതിൽ നിന്ന് വ്യത്യസ്തമായി ഭരണഘടനാപരമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് 3 വർഷം കൂടുമ്പോൾ കൃത്യമായി താഴെ മുതൽ മേലെ വരെ സമ്മേളനങ്ങൾ ജനാധിപത്യപരമായ രീതിയിൽ പൂർത്തീകരിക്കുന്ന പാർട്ടിയാണ് CPIM. സ്വാഭാവികമായിട്ടും പാർട്ടി സമ്മേളനങ്ങൾ കേവലമായ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഒരു സമ്മേളനം എന്ന രീതിയിൽ മാത്രമല്ല ഞങ്ങൾ കാണുന്നത്. ഓരോ സമ്മേളനവും അതത് മേഖലയിലുള്ള പാർട്ടിയുടെ നവീകരണമാണ് ലക്ഷ്യമിടുന്നത്. അതിനാശ്രയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനാപരമായ ഒരു രീതി സ്വയം വിമർശനം എന്നുള്ളതാണ്. ചില മാധ്യമങ്ങൾ സമ്മേളനം ആരംഭിക്കുന്ന ഘട്ടം മുതൽ പറഞ്ഞു തുടങ്ങുന്നത് സമ്മേളനത്തിൽ വലിയ വിമർശനം ഉയർന്നു എന്നാണ്. സമ്മേളനത്തിൽ സ്വയം വിമർശനം വേണം എന്ന് തീരുമാനിച്ച, അതിനടിസ്ഥാനപ്പെടുത്തി സമ്മേളനം നടത്തുന്ന പാർട്ടിയാണ് CPIM. വിമർശനവും സ്വയം വിമർശനവും പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ഞാൻ നേരത്തെ പറഞ്ഞ നവീകരണ പ്രക്രിയക്ക് അനിവാര്യമായ ഒന്നാണ്. പഴയ സഖാക്കളും പുതിയ സഖാക്കളും എല്ലാം ചേർന്ന് പാർട്ടിയെ മുന്നോട്ടേക്ക് നയിക്കുന്നതിന് വേണ്ടി സാധിക്കത്തക്ക രീതിയിൽ നമ്മുടെ പാർട്ടിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഉണ്ടായ നേട്ടവും പറ്റിയ കോട്ടവും തെറ്റുകുറ്റങ്ങളെല്ലാം വിമർശനാത്മകമായി സ്വയം വിമർശനപരമായിട്ട് അംഗീകരിച്ച് പുതിയ കമ്മിറ്റിയെയും സെക്രട്ടേറിയറ്റിനെയും ഒക്കെ തിരഞ്ഞെടുത്ത് മുന്നോട്ടേക്ക് പോകുന്ന പ്രക്രിയയാണ് സമ്മേളനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കറിയാം, സാർവദേശീയ തലത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതിൻ്റെ വിപ്ലവപരമായ ഉള്ളടക്കത്തെ, അതിൻ്റെ സാമൂഹ്യ പരിവർത്തന സിദ്ധാന്തത്തെ പിൻപറ്റി മുന്നോട്ടേക്ക് പോകുന്നത് മാർക്സും ലെനിനിസത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. 1848 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ചുകൊണ്ട് ലോകം എത്തി നിൽക്കുന്ന
ഘട്ടത്തെയും ആ ഘട്ടത്തെ തരണം ചെയ്ത് മനുഷ്യ സമൂഹത്തിൻ്റെ വിമോചന ശാസ്ത്രം, അതാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലൂടെ മാർക്സും എംഗൽസും കമ്മ്യൂണിസ്റ്റ് ലീഗിൻ്റെ പ്രവർത്തന പരിപാടി എന്ന രീതിയിൽ മുന്നോട്ടേക്ക് വെച്ചത്. സമ്പത്ത് കൂടുതൽ കൂടുതൽ കേന്ദ്രീകൃതമാവുക, അതിൻ്റെ അർത്ഥം സമ്പന്നർ കൂടുതൽ കൂടുതൽ സമ്പന്നരാകുക, ദരിദ്രർ കൂടുതൽ കൂടുതൽ ദരിദ്രരാകുക. ഇതാണ് മുതലാളിത്ത പ്രതിസന്ധി. മുതലാളിത്തം നിലനിൽക്കുന്നിടത്തോളം കാലം ഈ പ്രതിസന്ധി ശക്തിപ്പെടുവരികയാണ് ചെയ്യുക. ഈ പ്രതിസന്ധിയിൽ നിന്നാണ് വർഗസമര സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾ ഇന്ന് കാണുന്ന ഈ മുതലാളിത്തം എത്ര ശക്തിയായിട്ട് നിലനിൽക്കുന്ന ഒന്നായാലും ചരിത്രത്തിൻ്റെ ഭാഗമായി ഓരോ കാലഘട്ടത്തിലും രൂപപ്പെട്ട് വളർന്നു വന്ന സാമൂഹ്യ വികാസ ഘട്ടങ്ങൾ എങ്ങനെയാണോ നിഷ്ക്രമിച്ചത്, അതുപോലെ ഈ മുതലാളിത്തവും നിഷ്ക്രമിക്കും. പുതിയ സോഷ്യലിസ്റ്റ് സമൂഹം ലോകത്തുയർന്നു വരുമെന്ന് വർഗസമര സിദ്ധാന്തത്തെ മുന്നോട്ടേക്ക് വെച്ച് മാർക്സും എംഗൽസും ലോകത്തെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന പൊരുതുന്ന അധ്വാനിക്കുന്ന വർഗത്തെ സംഘടിതമാക്കാനും ആ സംഘടിത പ്രസ്ഥാനത്തിന് ലോകത്തെ ഫലപ്രദമായിട്ട് മാറ്റാനാവുമെന്ന് പ്രവചിക്കാനും അത് സിദ്ധാന്തവൽക്കരിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് അന്നത്തെ പ്രത്യേകത. അതിൽ നിന്നുകൊണ്ട് നമ്മുടെ ഇന്നത്തെ അനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തി എങ്ങനെയാണ് ലോകം മുന്നോട്ടേക്ക് നീങ്ങുന്നത്, സാമൂഹ്യ പരിവർത്തനത്തിലേക്ക് ലോകത്തെ നയിക്കുന്ന മുഖ്യമായ പ്രവണതകൾ എന്തൊക്കെയാണ്. നമ്മൾ മുമ്പേ തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. വിപ്ലവത്തെയും പോരാട്ടങ്ങളെയും ശക്തിപ്പെടുത്താൻ, ആക്കം വർദ്ധിപ്പിക്കാൻ പ്രധാനമായും ലോകത്ത് ചില വൈരുദ്ധ്യങ്ങൾ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ചിലപ്പോൾ ചിലത് സജീവമായി മുന്നോട്ടേക്ക് വരും, ചിലപ്പോൾ ചിലത് സജീവമായിട്ട് മുന്നോട്ടിൽ നിന്ന് പിന്നോട്ടേക്ക് പിന്തള്ളപ്പെടും. ഈ അനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിലും സാമൂഹിക പരിവർത്തനത്തിലേക്ക് നയിക്കുന്ന വിപ്ലവ സമൂഹത്തെ എങ്ങനെയാണ് ദ്രുതഗതിയിൽ മുന്നോട്ടേക്ക് നയിക്കാൻ ഈ സാർവദേശീയ പശ്ചാത്തലത്തെ നമുക്ക് ഉപയോഗിക്കാനാവുക എന്ന് ലോകത്തെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇന്ത്യയിലെ CPIM-ഉം സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ഞാനതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. കാരണം നമ്മുടെ ബ്രാഞ്ച് സമ്മേളനങ്ങളിലും നമ്മുടെ ലോക്കൽ സമ്മേളനങ്ങളിലും നമ്മുടെ ഏരിയ സമ്മേളനങ്ങൾ ഉൾപ്പെടെ നിങ്ങൾ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം താഴെ പോയി വിശദീകരിച്ചത്. പാർട്ടി സംസ്ഥാന കമ്മിറ്റി തയ്യാറാക്കി കുറിപ്പടിസ്ഥാനപ്പെടുത്തി ഓരോ സമ്മേളനങ്ങളിലും നിങ്ങൾ ആ കാര്യം അവതരിപ്പിച്ചിട്ടുണ്ട്. ആ അവതരിപ്പിച്ചതോടെ അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയാർന്ന പ്രവണത ഇപ്പോഴും സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്കറിയാം, തീവ്ര വലതുപക്ഷ ശക്തികൾക്ക് മുൻകൈയുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ 10:10 രാത്രി ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറ്റ സമയം മുതൽ ലോകം മുഴുവൻ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ട് വന്ന ട്രംപിന് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന ഉത്കണ്ഠയോടെ ഈ ലോകം ആ സത്യപ്രതിജ്ഞയും തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗവും തുടർന്ന് അദ്ദേഹം ഒപ്പുവെച്ച രേഖകളും പരിശോധിച്ചുകൊണ്ടിരിക്കുക. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കല്ല കടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, തീവ്ര വലതുപക്ഷ ശക്തികൾക്ക് നല്ല മുൻകൈയിലേക്കാണ് ലോകം മാറുന്നത്.
അത് ഈ ട്രംപിൻ്റെ അധികാര സ്ഥാനത്തോടുകൂടി അത് ശക്തിപ്പെടുകയാണ്. അവിടെ കുടിയേറിയിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകളെ ഞാൻ കുടിയിറക്കും എന്ന് ഇന്നലെയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തെല്ലാം പ്രത്യാഘാതങ്ങളാണ് അതിൻ്റെ ഭാഗമായി ലോകത്തും ഇന്ത്യയിലും കേരളത്തിലും ഉണ്ടാവുന്നത് എന്ന് നമുക്കിപ്പോഴും പറയാൻ സാധിക്കുന്നതല്ല. ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഇനി അമേരിക്കയിൽ ഉണ്ടാവരുത് എന്ന് ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ ദിശയെ മുന്നോട്ട് നയിക്കുന്ന ലോകത്തിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും ശക്തിയായ എതിരാളിയാണ് ഞാനെന്ന് പരസ്യപ്പെടുത്തിയ ഒന്നാണ് അവിടെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെയും ഇനി വെച്ചക്കില്ല എന്ന്. പ്രകൃതിയെ എങ്ങനെയാണ് കൊള്ളയടിക്കേണ്ടത് എന്ന കാര്യം ഇന്നലെ തന്നെ പറഞ്ഞു വച്ചിട്ടുണ്ട്. ലോകത്തിൻ്റെ മുമ്പിൽ അമേരിക്ക ഒരു പുതിയ ശക്തിയായിട്ട് മാറാൻ പോവുകയാണ്, അതിൻ്റെ യുഗമാണ് ആരംഭിക്കുന്നത് എന്ന് അദ്ദേഹം ഇന്നലെ പ്രഖ്യാപിച്ചു. പക്ഷേ വർഗ നിലപാടനുസരിച്ച് മുതലാളിത്ത വികസനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ സമ്പന്നരെ കൂടുതൽ സമ്പന്നരാക്കുക, ദരിദ്രരെ കൂടുതൽ ദരിദ്രരാക്കുക എന്ന ഭരണവർഗ നയത്തിൻ്റെ അപ്പുറം ഒരു നയവും അദ്ദേഹത്തിനില്ല. അത് ഏതെല്ലാം രീതിയിലായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് മാത്രമേ അദ്ദേഹത്തിൻ്റെ വഴി നമുക്ക് മനസ്സിലാക്കാനും അത് സംബന്ധിച്ചുള്ള വിശകലനം നടത്താനും പിന്നീട് സാധിക്കേണ്ടതുള്ളൂ. ക്യൂബയ്ക്കെതിരായിട്ടുള്ള കടന്നാക്രമം ഉറപ്പായിട്ട് മുമ്പോട്ടേക്ക് പോവുകയാണ്. ഇപ്പോഴും തന്നെ ഒരു ഉപരോധം, അതിശക്തിയായ ഉപരോധത്തിൻ്റെ ഭാഗമായിട്ട് ക്യൂബയിൽ ഇപ്പോഴും വൈദ്യുതി ലഭിക്കുന്നില്ല എന്നുള്ള ചിത്രം വന്നിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂടെ, രാജ്യത്തിന് മുഴുവൻ വൈദ്യുതി ഇല്ലാത്തൊരവസ്ഥ, വൈദ്യുതി വിച്ഛേദിക്കപ്പെടുന്നൊരു സാഹചര്യം. ഇപ്പോഴും ക്യൂബ ആവശ്യപ്പെടുന്നത് ലോകത്തെമ്പാടുമുള്ള പുരോഗമന ശക്തികളോട് ഞങ്ങൾക്ക് ജനറേറ്റർ വേണമെന്നാണ്. നമ്മളിപ്പോൾ ആലോചിക്കുകയാണ്, ഇന്ത്യയിൽ നിന്ന് നിരവധി ജനറേറ്ററുകൾ നമുക്ക് തന്നെ ക്യൂബക്ക് കൊടുക്കാൻ സാധിക്കും, അതിനെപ്പറ്റി ആലോചിക്കുകയാണ്. ഉപരോധം എങ്ങനെയൊക്കെയാണ്, ഏതെല്ലാം തലങ്ങളിലാണ് സാമ്പത്തിക ഉപരോധത്തിൻ്റെ ഭാഗമായിട്ട് ഒരു രാജ്യം തന്നെ അമേരിക്കയുടെ മൂക്കിന് മുമ്പിൽ ഉപരോധത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വളരെയേറെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്ന സന്ദർഭത്തിൽ ആ ക്യൂബയെ തന്നെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമകരമായ ജോലി തുടർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒപ്പമാണ് ഇപ്പോഴും ട്രംപ് കൂടി അവിടെ അധികാരത്തിൽ വന്നു ചേർന്നിട്ടുള്ളത്. ട്രംപ് എല്ലാ സന്ദർഭത്തിലും ക്യൂബക്കെതിരായിരുന്നു എന്ന് നമുക്കറിയാം. സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾക്ക് നേരെ കടന്നാക്രമണം നടത്തുന്ന സാമ്രാജ്യത്വ ശക്തിയുടെ അധിപനായി ട്രംപ് വരികയാണ്. മുമ്പും ഇതേപോലെ തന്നെയാണ് അമേരിക്ക കൈകാര്യം ചെയ്തത്. ഇപ്പോൾ കുറേയും കൂടി പ്രകോപനപരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നതാണ്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവണത സാമ്രാജ്യത്വവും സോഷ്യലിസവും തമ്മിലുള്ള വൈരുദ്ധ്യം തന്നെയാണ്. ഈ സാമ്രാജ്യത്വവും സോഷ്യലിസവും തമ്മിലുള്ള വൈരുദ്ധ്യം ശക്തിപ്പെടുന്ന ഇന്നത്തെ ലോക പശ്ചാത്തലത്തിൽ അതിലേറ്റവും പ്രമുഖമായ ഒരു രാജ്യം ജനകീയ ചൈനയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ക്യൂബ അമേരിക്കയുടെ തന്നെ തൊട്ട് മുമ്പിലുള്ള ഒരു ചെറു രാജ്യമാണ് എന്നതുകൊണ്ടാണ് ഞാൻ ആദ്യം അങ്ങനെ പറഞ്ഞത്. സമ്പദ് വ്യവസ്ഥയിൽ ഒന്നാം സ്ഥാനത്തേക്ക് ഇനി എപ്പോഴാണ് എത്തുക എന്നുള്ളതിനെ സംബന്ധിച്ച് മാത്രമേ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർക്ക് ചൈനയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവചിക്കാൻ താമസമുള്ളൂ. എപ്പോഴും ഒന്നാം സ്ഥാനത്തേക്ക് വരും. അപ്പോഴാണ് ട്രംപ് പറയുന്നത് ഞങ്ങൾക്ക് ഒന്നാം സ്ഥാനത്ത് നിൽക്കണം, അതിനാവശ്യമായ രീതിയിലുള്ള മാറ്റം ധാതു ഉൾപ്പെടെയുള്ള പ്രകൃതി ചൂഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഉൾപ്പെടെ സ്വർണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ എല്ലാ വിഭവങ്ങളും ഉപയോഗിക്കാൻ പോവുകയാണ്, അങ്ങനെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് എന്നതാണ്. അതിൻ്റെ ഉന്നം ചൈനയാണ്. സാമ്പത്തിക മേഖലയിൽ ചൈന കൈവരിച്ചുകൊണ്ടിരിക്കുന്ന നേട്ടങ്ങളെ എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ള പ്രശ്നം ഭരണവർഗത്തിന് അമേരിക്കയിൽ പ്രത്യേകിച്ച് ഇപ്പോഴും ട്രംപിന് ഒരു വെല്ലുവിളി തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും തീരുവ ഉയർത്തുന്നത് ഉൾപ്പെടെയുള്ള മാർക്കറ്റിനെ കമ്പോളത്തെ സ്വന്തം പിടിയിൽ നിർത്തുന്നതിന് വേണ്ടി ഉൾപ്പെടെയുള്ള നിരവധി നിലപാടുകളുമായിട്ട് ആ നാട്, ആ രാജ്യം അമേരിക്ക മുന്നോട്ടേക്ക് പോകും. മാത്രമല്ല പച്ചയായ രീതിയിൽ ജനകീയ ചൈനയെ എങ്ങനെയാണ് വളയുക, മുമ്പ് തന്നെ ആലോചിച്ചതാണ്. അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഏഷ്യ മേഖലയിൽ ഏറ്റവും പ്രമുഖ രാഷ്ട്രങ്ങളായിട്ടുള്ള സന്ധി ഉണ്ടാക്കിയത് ഇന്ത്യ ഉൾപ്പെടെ.
ഇന്ത്യയുണ്ട്, ജപ്പാനുണ്ട്, ഓസ്ട്രേലിയയുണ്ട്, തെക്കൻ കൊറിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ചൈനീസ് വിരുദ്ധ നിലപാടുകൾ പ്രകോപനം സൃഷ്ടിക്കുന്ന യുദ്ധമേഖലയിലുള്ള അപ്പോഴും മാത്രം നമ്മൾ ശക്തിയായി കാണുന്ന ഈ സംയുക്ത നാവിക പ്രദർശനങ്ങൾ എല്ലാം ചേർത്തുകൊണ്ട് ചൈനയെ വളയാനുള്ള ബോധപൂർവമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചൈനയാണെങ്കിൽ ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ മുമ്പത്തേൽ നിന്ന് വ്യത്യസ്തമായിട്ട് നയപരമായ കാര്യങ്ങളിൽ ഇടപെട്ട് തുടങ്ങിയിട്ടുണ്ട്. സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ടുള്ള തർക്കങ്ങൾ പരിഹരിക്കാനുള്ള ഇടപെടൽ, ആഫ്രിക്കൻ രാജ്യങ്ങളിലുള്ള പ്രശ്നങ്ങൾക്ക് ശരിയായ രീതിയിലുള്ള പോംവഴിയും സഹായവും, ഇങ്ങനെ ലോകത്തിൻ്റെ വിവിധ മേഖല നമ്മളെല്ലാം വിശദീകരിച്ചതാണ്. ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ ഒരു ജനകീയ ചൈന സോഷ്യലിസ്റ്റ് രാജ്യമെന്ന രീതിയിൽ സ്വാഭാവികമായിട്ടും ചൈനീസ് ഗവൺമെൻറ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ ഫലപ്രദമായ രീതിയിൽ ഇപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് സത്യമാണ്. നമുക്കറിയാം, ചൈന ടിയാൻമെൻ സ്ക്വയറിലെ കലാപം 1990-കളുടെ ആദ്യം സോവിയറ്റ് റഷ്യയും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളുമെല്ലാം മുതലാളിത്ത സമൂഹത്തിലേക്ക് തിരിച്ചുപോയ ഘട്ടം. അന്ന് സ്വാഭാവികമായിട്ടും ഡെങ് സിയാവോപിങ് രംഗത്ത് വന്ന് ചൈനയുടെ വളർച്ചയ്ക്ക് ഇനി ഒരു 10-20 വർഷക്കാലം കൂടി കാത്തിരുന്ന് പൂർത്തിയാക്കണമെന്ന് അദ്ദേഹം മുന്നോട്ടേക്ക് വെച്ച നിലപാടുകൾ അടിസ്ഥാനപ്പെടുത്തി ചൈന മുന്നോട്ടേക്ക് വന്നു. നല്ല രീതിയിലുള്ള കുതിപ്പായിരുന്നു. ഷീ ഇപ്പോഴതിൻ്റെ ഒപ്പം ചേർന്ന് ഫലപ്രദമായി മുന്നോട്ടേക്ക് പോവുകയാണ്. ദാരിദ്ര്യം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ അത് പട്ടണങ്ങളിലും അതുപോലെ തന്നെ ഗ്രാമീണ മേഖലയിൽ ഉൾപ്പെടെയുള്ള അവരുടെ വളർച്ച, നിരവധിയായ മൗലിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി അവർ നടത്തിയുള്ള ശ്രമങ്ങൾ അതെല്ലാം വിജയം കണ്ടിരിക്കുന്നു എന്ന് ഇപ്പോൾ ഏറ്റവും അവസാനം നടന്ന പാർട്ടി കോൺഗ്രസ്സിൽ അവർ കൃത്യമായി രേഖ വെച്ചുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ജനകീയ ചൈനയെയും സോഷ്യലിസ്റ്റ് രാജ്യങ്ങളെയും, അതിപ്പോൾ ക്യൂബ മാത്രമല്ല, വിയറ്റ്നാം ആയാലും കൊറിയ, വടക്കൻ കൊറിയ ആയാലും ലാവോസ് ആയാലും അതുപോലെ തന്നെ ഈ പറയുന്ന സോഷ്യലിസ്റ്റ് രാജ്യങ്ങളെല്ലാം എങ്ങനെയാണ് വരുതിയിൽ നിർത്തുക, എങ്ങനെയാണ് വരിഞ്ഞു കിട്ടുക എന്ന കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ സാമ്രാജ്യത്വവും സോഷ്യലിസവും തമ്മിലുള്ള വൈരുദ്ധ്യം അതിശക്തിയായിട്ട് ലോകത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മുടെ സമ്മേളനം ചേരുന്നത്. സാമ്രാജ്യത്വ രാജ്യങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യവും സജീവമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അത് മുമ്പത്തെ പോലെ യുദ്ധത്തിലേക്ക് നീങ്ങത്തക്ക രീതിയിലുള്ള സങ്കീർണമായ സംഘർഷാത്മകമായ ഒരു സാഹചര്യത്തിലേക്ക് പോയി എന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. നാറ്റോ സഖ്യത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുതലാളിത്ത സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് വന്ന റഷ്യക്കെതിരായി ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടെടുത്ത നിലപാട് നമുക്ക് നല്ല ധാരണയുള്ളതാണ്. ഈ റഷ്യ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിൽ പഴയ ലെനിൻ്റെയും സ്റ്റാലിൻ്റെയും റഷ്യയെ പറ്റിയാണ് സങ്കല്പം. റഷ്യ മുതലാളിത്ത സമൂഹമാണ്, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ കൈകാര്യം ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് നിലകൊള്ളുകയാണ്. ആ രാജ്യത്തിനെ അതിൻ്റെ വരുതിയിൽ നിർത്തുന്നതിന് വേണ്ടി ഫലപ്രദമായി എങ്ങനെ ഉക്രൈനെ ഉപയോഗിക്കാം. ഉക്രൈൻ പഴയ സോവിയറ്റ് റഷ്യയുടെ ഭാഗമായിട്ടുള്ള USSRൻ്റെ ഭാഗമായിട്ടുള്ള രാജ്യം തന്നെയാണ്. അതിനെ എങ്ങനെ ഉപയോഗിക്കാം, ആ രാജ്യത്തെ റഷ്യക്കെതിരായിട്ട് ഉപയോഗിക്കാൻ നാറ്റോ സഖ്യവിഭാഗത്തെ എങ്ങനെ ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്താം. ഈ കാര്യമാണ് സാമ്രാജ്യത്വ രാജ്യങ്ങൾ തന്നെയാണ്, മുതലാളിത്ത സാമ്രാജ്യത്വ രാജ്യങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ ഒന്നാണ്. പക്ഷേ അതെല്ലാം വളരെ വലിയ രീതിയിൽ ഒരു യുദ്ധത്തിൽ, ഒന്നാം ലോകമഹായുദ്ധവും രണ്ടാം ലോകമഹായുദ്ധവും ഉള്ളതുപോലെ ഉണ്ടായതുപോലെ സാമ്രാജ്യത്വത്തിൻ്റെ വൈരുദ്ധ്യം മൂർച്ഛിച്ച് ഈ രീതിയിലുള്ളൊരു തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നൊന്നും പറയാൻ ഇന്നത്തെ ലോക പശ്ചാത്തലത്തിൽ സാധിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അതിൻ്റെയും വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സാമ്രാജ്യത്വ രാജ്യങ്ങളും മൂന്നാം ലോക രാജ്യങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യം തന്നെയാണ്. സാമ്രാജ്യത്വ പിന്തുണയോടുകൂടിയാണ് ഇസ്രയേൽ പാലസ്തീന് നേരെ നടത്തിയുള്ള കടന്നാക്രമം നമ്മൾ മറന്നിട്ടില്ല. ഇന്നലെയാണ് യഥാർത്ഥത്തിൽ ആ മനുഷ്യരുടെ ഒരു സമാധാനപരമായ മുഖം നമ്മൾ കണ്ടത് വർഷത്തിന് ശേഷം. അവിടെ 10,000-കണക്കിന് ആളുകളെയാണ് കൊന്നൊടുക്കിയത്. ഒരു വംശഹത്യ തന്നെയാണ് നടത്തിയത് ഇസ്രയേൽ. അത് അമേരിക്കയുടെ പൂർണ്ണമായ പിന്തുണയോടുകൂടിയാണ്, ഇന്ത്യയുടെ സഹായത്തോടു കൂടിയാണ്. ഹമാസിനെ നശിപ്പിച്ചാൽ മാത്രമേ ഞാൻ ഈ യുദ്ധം അവസാനിപ്പിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടും അവസാനം സമ്മർദ്ദത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇപ്പോൾ വെടിനിർത്തൽ ഇപ്പോൾ താൽക്കാലികമായിട്ടെങ്കിലും നിലവിൽ വന്നിരിക്കുകയാണ്. അത് സ്ഥായിയായ രീതിയിൽ മുന്നോട്ടേക്ക് പോകുമെന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ സാധിക്കുന്നതല്ല, താൽക്കാലിക ആശ്വാസം തന്നെ. എന്നാൽ
സാമ്രാജ്യത്വ രാജ്യങ്ങളും മൂന്നാം ലോക രാജ്യങ്ങളും ഒരു പലസ്തീന മാത്രമല്ല, ആ മേഖല മുഴുവൻ ലെബനൻ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾക്ക് നേരെയുള്ള കടന്നാക്രമം ഇപ്പോഴും തുടരുകയാണ്. പശ്ചിമേഷ്യൻ മേഖലയിലൊക്കെ വലിയ സംഘർഷാത്മകമായ സാഹചര്യമാണ്. ഈ സാഹചര്യമെല്ലാം നമ്മൾ കാണുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ സാമ്രാജ്യത്വത്തിൻ്റെ പിൻബലത്തോടുകൂടി, അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം പൂർണ്ണമായ പിന്തുണയോടുകൂടി മൂന്നാം ലോക രാജ്യങ്ങൾക്കെതിരായി അതിശക്തിയായ കടന്നാക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പല രീതിയിൽ. അത് സാമ്പത്തിക രംഗത്ത് മാത്രമല്ല, യുദ്ധ മേഖലയിൽ പോലും എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചിത്രം. ഇതിൻ്റെ തന്നെ ഒപ്പം തന്നെ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രവണത, ഒരു പ്രധാനപ്പെട്ട വൈരുദ്ധ്യം, ഈ മുതലാളിത്ത സമൂഹത്തിൻ്റെ ഭരണകൂട വ്യവസ്ഥക്ക് നേരെ അധ്വാനിക്കുന്ന ജനത നടത്തിക്കൊണ്ടിരിക്കുന്ന സമരങ്ങളും പ്രക്ഷോഭങ്ങളും പോരാട്ടങ്ങളുമാണ്. ഇത് ലോകവ്യാപകമാണ്. മുതലാളിത്ത സമൂഹത്തിൽ സാമ്പത്തിക നിലപാടുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് മൂർച്ഛിക്കുന്നത്. ആഗോള സാമ്പത്തിക നയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ലോക മുതലാളിത്തം സാമ്രാജ്യത്വം മുന്നോട്ടേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത്. അത് ലോകത്തെമ്പാടുമുള്ള ജനങ്ങളെ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇല്ലായ്മ ചെയ്ത് കഴുത്തറപ്പൻ സ്വകാര്യവൽക്കരണത്തിലൂടെ മുതലാളിത്തത്തിൻ്റെ കയ്യിലേക്ക് സമ്പത്തുകൾ മുഴുവൻ കുമിഞ്ഞു കൂടുന്നതിന് സൗകര്യപ്രദമായ ഒരാഗോള സാമ്പത്തിക നിലപാട്, പിന്തിരിപ്പൻ നിലപാട് ഈ പറയുന്ന മുതലാളിത്ത സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്തു വരികയാണ് സാമ്രാജ്യത്വ പിൻബലത്തോടെ, അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വത്തിലൂടെ. സ്വാഭാവികമായിട്ടും നമുക്കൊരു കാര്യം മനസ്സിലാവും. ഈ നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ച തീവ്ര വലതുപക്ഷ ശക്തികൾക്ക് മുന്നോട്ടേക്ക് വരാൻ സാധിക്കുന്ന ഒരു വഴി കിട്ടുന്നത് ഇതുവഴി കൂടിയാണ്. ഇത് വളരെ വിചിത്രമായ ഒരു സംഭവമാണ്. അതായത് സാമ്രാജ്യത്വം, അതിൻ്റെ ഒപ്പം ചേർന്ന മുതലാളിത്തം ആഗോളവൽക്കരണ പുതിയ സാമ്പത്തിക നയത്തെപ്പറ്റി, അതിൻ്റെ ഭാഗമായിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ കഴുത്തറപ്പൻ മത്സരാധിഷ്ഠിതമായ കമ്പോള വ്യവസ്ഥയെപ്പറ്റി, ആ കമ്പോളത്തിൻ്റെ മേധാവിത്വ ശക്തിയായിട്ട് നിലകൊള്ളുന്ന നേരത്തെ പറഞ്ഞ മുതലാളിത്ത ഉൽപ്പാദന വിതരണ ഘടനയെപ്പറ്റി നല്ല ധാരണയുള്ള നമുക്കൊരു കാര്യം മനസ്സിലാവും. കൂടുതൽ പ്രശ്നങ്ങൾ ജനങ്ങൾ അനുഭവിക്കുകയാണ്. നേരത്തെ പറഞ്ഞത് തന്നെയാണ് അടിസ്ഥാനം. സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുക, ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുക. ഇതിങ്ങനെ പറഞ്ഞു പോയാൽ മാത്രം പോരാ. ഒരു കാര്യം കൂടി ഞാൻ ചൂണ്ടിക്കാണാൻ ആഗ്രഹിക്കുക. എന്തുകൊണ്ടാണ് സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുന്നത്? ഇപ്പോൾ AI പ്രശ്നം വന്നപ്പോൾ ചിലർ പറഞ്ഞു 2039 ആവുമ്പോഴേക്ക് ലോകത്തിൻ്റെ ഏതാണ്ട് അന്ത്യം വരുമെന്ന് വരെ പ്രവചിക്കുന്നവരുണ്ട്. കാരണം AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഭാഗമായി ലോകത്ത് അതിവേഗം സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടും. സ്വാഭാവികമായിട്ട് തൊഴിലാളികളുടെ എല്ലാം ജോലി അവർക്ക് വളരെ കുറവേ ഉണ്ടാവുള്ളൂ, ജോലി ഉണ്ടാവില്ല. എല്ലാം AI തന്നെ കൈകാര്യം ചെയ്യും. അപ്പോൾ AI കൈകാര്യം ചെയ്യുന്ന ഇന്നത്തെ ലോക പശ്ചാത്തലത്തിൽ വർഗസമരത്തിൻ്റെയും അതുപോലെ തന്നെ മാർക്സിസ്റ്റ് സിദ്ധാന്തത്തിൻ്റെയും പ്രയോഗത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് വരെ ചോദിക്കുന്ന ചോദ്യങ്ങളിലേക്ക് ലോകം ഉയർന്നു വരികയാണ്. അതിൻ്റെ ഒന്നും ചിത്രത്തിലേക്ക് ഞാനിപ്പോഴും വിശദീകരിക്കുന്നില്ല. ഏതായാലും അപ്പോഴും സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്, ഉൽപ്പാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥത മുതലാളിമാരുടെ കയ്യിൽ ഉള്ളിടത്തോളം കാലം അതിൻ്റെ ഭാഗമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സമ്പത്തിൻ്റെ ഭാഗമായിട്ടുള്ള മിച്ചമൂല്യവും അതിൻ്റെ ഉടമക്ക് തന്നെയാണ്, അതിൻ്റെ ഉടമയുടെ കയ്യിലേക്ക് തന്നെയാണ് എത്തിച്ചേരുക. ഇതാണ് സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുന്നതിൻ്റെ അടിസ്ഥാനം. ഉൽപ്പാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥത തന്നെയാണ് അവൻ്റെ കയ്യിലേക്ക് ഈ മിച്ചമൂല്യം അടിസ്ഥാനപ്പെടുത്തിയുള്ള സമ്പത്ത് മുഴുവൻ കുന്നുകൂടുന്നത്. മറുഭാഗത്ത് തൊഴിലില്ലായ്മ ഉൾപ്പെടെ വിലക്കയറ്റം ഉൾപ്പെടെ നിരവധി പ്രശ്നങ്ങൾ രൂഢമൂലമായി ശക്തിപ്പെട്ടു വരുമ്പോൾ അവർക്ക് ജീവിക്കാനാവാത്ത സാഹചര്യം രൂപപ്പെട്ടു വരും. സംഘർഷം മൂർച്ഛിക്കുകയല്ലാതെ സംഘർഷം ലഘൂകരിക്കുകയല്ല ചെയ്യുക. എന്നാൽ ഈ സംഘർഷം രൂപപ്പെട്ടു വരുന്ന പശ്ചാത്തലത്തിലാണ് തീവ്ര വലതുപക്ഷ ശക്തികൾ ഭരണത്തിലേക്ക് കടന്നു വരുന്നതിന് ജനങ്ങളുടെ ഈ പ്രയാസങ്ങൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഒരു ആയുധമായി ഉപയോഗിക്കുന്നത് വിചിത്രമായ സംഭവമാണ്. അമേരിക്ക ഉൾപ്പെടെയുള്ള മേഖലയിൽ നമ്മൾ കണ്ടതാണ്.
അതായത് ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ലോക മുതലാളിത്തത്തിൻ്റെ സാമ്രാജ്യത്വ നിലപാടടിസ്ഥാനപ്പെടുത്തിയിട്ട് മുന്നോട്ടേക്ക് പോകുന്ന രാജ്യങ്ങളിൽ അതിൻ്റെ തിക്ത ഫലമനുഭവിക്കുന്ന ജനങ്ങൾക്ക് മുമ്പിൽ ഈ തീവ്ര വലതുപക്ഷം ആ ജനങ്ങളുടെ പ്രയാസങ്ങൾ മുന്നോട്ടേക്ക് വെച്ച് അതിനെതിരായി പൊരുതുന്ന പ്രസ്ഥാനം എന്ന രീതിയിൽ വലതുപക്ഷ ശക്തികൾ മുന്നോട്ടേക്ക് വരികയാണ്. അവർ പല ഭാഗത്തും പല രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ജയിച്ച് കടന്നു വരുന്നു. ദക്ഷിണാഫ്രിക്ക ഉൾപ്പെടെയുള്ള മേഖലയിൽ ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ചിത്രം. ഇതെല്ലാ കാലത്തേക്കും തുടരുന്ന ഒന്നായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. അടിസ്ഥാനപരമായിട്ടുള്ള വൈരുദ്ധ്യങ്ങളും അതിനടിസ്ഥാനപ്പെടുത്തിയുള്ള വർഗസമരങ്ങളും രൂക്ഷമാവുക തന്നെ ചെയ്യും. അപ്പോൾ ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ ഈ പറയുന്ന വലതുപക്ഷ തീവ്രശക്തികൾക്ക് മുൻകൈ കിട്ടുന്ന സാഹചര്യത്തിലും ലോകം കണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു മറുഭാഗമുണ്ട്. അത് നിങ്ങൾക്കറിയുന്നത് പോലെ UK-യിൽ, ബ്രിട്ടനിൽ സമീപകാലത്തൊന്നുമില്ലാത്ത രീതിയിൽ ലേബർ പാർട്ടിക്ക് നല്ല മുൻകൈയോടുകൂടി അധികാരത്തിൽ വരാൻ കഴിഞ്ഞു. ലേബർ പാർട്ടി തൊഴിലാളി വർഗ പാർട്ടിയൊന്നുമല്ല, പേരുകൊണ്ട് തൊഴിലാളി എന്നുള്ളതല്ലാതെ വർഗപരമായിട്ട് ബൂർഷ്വാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനൊപ്പം തന്നെ. പക്ഷേ തീവ്ര വലതുപക്ഷ നിലപാടല്ല, അതാ വ്യത്യാസം. അതുപോലെ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള മേഖലയിൽ ശക്തിയായിട്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ സാന്നിധ്യം അറിയിക്കാൻ കഴിഞ്ഞു. കുതന്ത്രങ്ങൾ കൊണ്ട് പലപ്പോഴും അധികാരത്തിൽ വരാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വേറൊരു പ്രശ്നമാണ്. നമ്മുടെ നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പ്രസിഡന്റിന് ഇപ്പോഴും നിലനിൽക്കാൻ സാധിക്കുകയാണ്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത രാജ്യമാണ് ശ്രീലങ്ക. കാര്യമായിട്ട് സ്വാധീനമൊന്നും ഇല്ലാതിരുന്ന ഒരു രാജ്യത്ത് തീവ്ര വലതുപക്ഷ ശക്തികളും മത്സരിച്ചപ്പോൾ അതിൻ്റെ ഇടയിൽ ജനജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായും അതിൻ്റെ ഐക്യ നിരയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ടേക്ക് വന്നപ്പോൾ ദസനായക അവിടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. ആദ്യം ജയിച്ചില്ലെങ്കിലും രണ്ടാമത് ജയിച്ച് പ്രസിഡന്റായി. അപ്പോൾ നമ്മുടെ മലയാള മാധ്യമങ്ങൾ ഉൾപ്പെടെ പറഞ്ഞു, എന്തൊരു കാര്യം, അവിടെ പ്രസിഡന്റായിട്ട് എന്താ കാര്യം, ഇവന് 3% വോട്ട്, 4 സീറ്റൊക്കെയാണ് ഉള്ളത്, 3 സീറ്റ് 4% വോട്ടാണ് ഉള്ളത്. പാർലമെൻറ്റിൽ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുക, എങ്ങനെയാണ് പ്രസിഡന്റ് എന്ന രീതിയിൽ അവിടെ അധികാരങ്ങൾ കൈകാര്യം ചെയ്യുക? ദസനായക അപ്പോഴെ തന്നെ ഒരു കാര്യം ചെയ്തു, പാർലമെൻറ്റ് പിരിച്ചുവിട്ടു. പുതിയ രാഷ്ട്രീയ സാഹചര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 2/3 ഭൂരിപക്ഷം നേടി കമ്മ്യൂണിസ്റ്റ് സഖ്യം അധികാരത്തിൽ വന്നു. ഇതൊരു ചെറിയ പ്രശ്നമല്ല. എങ്ങനെയാണ് ജനങ്ങൾ നിലപാടുകൾ സ്വീകരിക്കുന്നത് എന്നതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു സമീപനമാണ് അവിടെ നമ്മൾ കണ്ടത്. അപ്പോൾ ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ ഇത്തരത്തിലുള്ള നിരവധിയായ പ്രവണതകളും കൂടി ഈ തീവ്ര വലതുപക്ഷ ശക്തികൾക്ക് മുൻകൈയുള്ള ഈ കാലഘട്ടത്തിലും ഉണ്ടാവുന്നുണ്ട് എന്ന കാര്യം നമ്മൾ കൃത്യമായി തിരിച്ചറിയണം. സ്വാഭാവികമായിട്ട് ലോകത്തെമ്പാടും ഈ ഭരണകൂടവും അതുപോലെ തന്നെ ജനങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യത്തെ അടിസ്ഥാനപ്പെടുത്തി രൂപം കൊള്ളാൻ പോകുന്ന വലിയ പോരാട്ടങ്ങളും സമരങ്ങളും ഈ പ്രത്യേക സാഹചര്യത്തിനും ശക്തിപ്പെട്ട് മുന്നോട്ടേക്ക് വരുമെന്നുള്ള പ്രവണതയാണ് നമുക്ക് ലോകത്തിൻ്റെ ഭാഗമായിട്ട് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാമൂഹിക പരിവർത്തനത്തിലേക്ക് നയിക്കുന്ന, ദിശാബോധം നൽകുന്ന ഈ വൈരുദ്ധ്യങ്ങളെല്ലാം ഇപ്പോഴും സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് നിലകൊള്ളുന്നു എന്നുള്ളതിനെ ഒന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഈ പശ്ചാത്തലത്തിൽ വേണം അതിൻ്റെ സാമ്പത്തിക ഘടനയെയും അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കൊന്നും കടക്കാൻ നമുക്ക് ഇതുപോലുള്ളൊരു ഉദ്ഘാടന സമ്മേളനത്തിൽ സാധിക്കില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം നമുക്ക് ഇന്ത്യയുടെ സാഹചര്യത്തെ കൃത്യമായിട്ട് പരിശോധിക്കാം. പാർട്ടി സെൻട്രൽ കമ്മിറ്റി കഴിഞ്ഞ 2-3 ദിവസക്കാലമായിട്ട് കൽക്കത്തയിൽ ചേർന്ന് 24ാം പാർട്ടി കോൺഗ്രസിൻ്റെ മുന്നിൽ അവതരിപ്പിക്കേണ്ടുന്ന കരട് രാഷ്ട്രീയ പ്രമേയത്തിന് രൂപം നൽകി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാ ഘടകങ്ങളിലും ആളുകൾക്ക് ചർച്ച ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ അത് പരസ്യപ്പെടുത്താൻ പോവുകയാണ് ഫെബ്രുവരി മാസം 1-ാം തീയതി. എന്തായിരിക്കും 24ാം പാർട്ടി കോൺഗ്രസിൻ്റെ അടവ് നയം? രാഷ്ട്രീയ പ്രമേയത്തിലൂടെയാണ് അത് പ്രഖ്യാപിക്കുക. അത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഇനി അങ്ങോട്ടുള്ള 3 വർഷക്കാലത്തെ പ്രവർത്തനത്തിന് അടിസ്ഥാനമാക്കേണ്ടുന്ന രേഖയായിട്ട് പിന്നീടാണിത് പാർട്ടി കോൺഗ്രസിലൂടെ തീരുമാനിക്കപ്പെടുക. ഞാനിവിടെ ദേശീയ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒന്നാമത്തെ കാര്യം, ഇന്ത്യ ഇന്നത്തെ രീതിയിൽ ഒരു മതനിരപേക്ഷ രാഷ്ട്രമായിട്ട് നിൽക്കരുത്.
ഒരു ജനാധിപത്യ ഭരണഘടനാ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പാർലമെൻ്ററി വ്യവസ്ഥ തുടരരുത്. ഇവിടെ ഇന്ത്യയിൽ ഫെഡറൽ സംവിധാനം എന്ന രീതിയിൽ യൂണിയൻ ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും തമ്മിലുള്ള ആ ഭരണഘടനാപരമായിട്ടുള്ള ബന്ധം ഉണ്ടാവരുത്. അതിന് ഈ ഭരണഘടന പാടില്ല. ഇതുണ്ടാവുന്നത് ഈ ഭരണഘടന കൊണ്ടാണ്. അപ്പോൾ ഈ ഭരണഘടനയെ മാറ്റുന്നതിന് ഞങ്ങൾക്ക് 430 സീറ്റ് വരെ ലഭിക്കാൻ 18ാം ലോകസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് സാധിക്കണമെന്നാണ് BJP അതിൻ്റെ നേതാക്കന്മാർ മുഴുവൻ രാജ്യവ്യാപകമായിട്ട് പ്രചരിപ്പിച്ചത്. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അടിസ്ഥാനപരമായ കാര്യം ഇതാണ്: എങ്ങനെ നമുക്ക് ഭരണഘടനയെ മാറ്റാം, എങ്ങനെയാണ് മാറ്റേണ്ടത് എന്ന് അവർ പറയുന്നുണ്ട്. അതൊന്നും മറച്ചു വെക്കുന്നില്ല. അത് മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിയാവണം എന്ന് പറഞ്ഞാൽ, ലളിതമായിട്ട് പറഞ്ഞാൽ, ചാതുർവർണ്ണ വ്യവസ്ഥക്ക് അടിസ്ഥാനപ്പെട്ട ഒരു ഭരണഘടന വേണം. അംബേദ്കറോട് പരമപുച്ഛം, അംബേദ്കറോട് വലിയ വിരോധം. ആഭ്യന്തരമന്ത്രി തന്നെ പരസ്യമായിട്ട് പറയുന്നത് ഈ അംബേദ്കർ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. കേൾക്കുമ്പോഴും തന്നെ പ്രയാസം. അതാ സവർണ മനസ്സാണ്. ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ മനുസിദ്ധാന്തത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഭരണഘടന വേണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൃത്യമായ അർത്ഥം ഒരു മതരാഷ്ട്രം വേണം എന്ന്. അതിന് പറയുമ്പോഴൊക്കെ നമ്മൾ സാധാരണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പദമാണ് ഹിന്ദുത്വ. ഹിന്ദുത്വ എന്ന പദം 1923 സവർക്കറാണത് ഒരു രാഷ്ട്രം എന്ന രീതിയിൽ മുന്നോട്ടേക്ക് വെക്കുന്നത്. അതിപ്പോൾ ഇവരെല്ലാം നല്ലപോലെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് സാംസ്കാരിക മേഖലയിൽ ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന നിലയാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് RSS ഉൾപ്പെടെ. സനാതനധർമ്മം എന്നെല്ലാം ആ പദപ്രയോഗത്തിൻ്റെ ഭാഗമാണ്. അത് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ രീതിയിൽ ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഭരണഘടനയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ രീതിയിൽ ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള വെറുതെ പറയൽ മാത്രമല്ല, അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടന്നു വരുന്നുണ്ട്. ഓരോന്നോരോന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ ഒറ്റക്കൊറ്റക്കും പറഞ്ഞു പോവുക. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ ഭരണഘടനാ മാറ്റം. 2, ഭരണഘടനാ സ്ഥാപനങ്ങൾ മുഴുവൻ അർദ്ധ സൈനിക വിഭാഗത്തിൻ്റെ പിടിയിലാക്കുക. എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളും, അതിൽ കോടതി ഉൾപ്പെടെ വരും, ഇലക്ഷൻ കമ്മീഷൻ വരും, ED വരും, CBI വരും, എല്ലാ മേഖലയിലും വരും, CAG വരും. ഇതിനൊക്കെ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്നാ പറയുക. അതൊക്കെ സ്വതന്ത്രമാണെന്നാണ് വെപ്പ്. ഈ സ്വതന്ത്രമാണെന്ന് കരുതുന്ന ഈ പറഞ്ഞ ഭരണഘടനാ സ്ഥാപനങ്ങൾ മുഴുവൻ അർദ്ധ സൈനിക വിഭാഗം എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി തന്നെയാണ്. അത് വേറെ ആരുമല്ല, RSS ആണ്. അവരാണ് ഇപ്പോൾ നിയന്ത്രിക്കുന്നത്. ഇന്ത്യയുടെ വിവിധ മേഖലയിലുള്ള കോടതികളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വിധി ഉൾപ്പെടെ അതാണ്. IITയുടെ നമ്മുടെ തമിഴ്നാട്ടിലെ മേധാവി തന്നെ ഇപ്പോൾ പറഞ്ഞത്, ഞാനും നിങ്ങളെല്ലാം വായിച്ചത്, ഗോമൂത്രത്തിന് മനുഷ്യൻ്റെ നിരവധിയായ അസുഖങ്ങളെ മാറ്റാനുള്ള ശേഷിയുണ്ട് എന്നാണ്. ശാസ്ത്രലോകം പറഞ്ഞു അങ്ങനെ ശേഷിയില്ല എന്ന് മാത്രമല്ല, അതിൽ നിരവധിയായ അപകടങ്ങൾ വൈറസിൻ്റെ ഭാഗമായിട്ടുണ്ട്, അത് ഉപയോഗിക്കാനേ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇന്നലെയും അദ്ദേഹം വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. അതായത് ബുദ്ധിജീവികൾ എന്ന് പറയുന്ന ഈ ബുദ്ധി വിറ്റ് ഉപജീവനം കഴിക്കുന്നൊരു വിഭാഗം RSSന് പരിപൂർണമായിട്ട് കീഴ്പ്പെട്ട് ഇന്ത്യയിലുടനീളം അവർ സ്ഥാപിച്ച, അതായത് സ്ഥാപനത്തിൻ്റെ മേലെ അവർ കൊണ്ടുവച്ചിട്ടുള്ള ഇത്തരം ആളുകളെ ഉപയോഗിച്ച് സാംസ്കാരിക ലോകത്ത് ആശയ സംഹിതകൾ ഫലപ്രദമായിട്ട് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്ന് വന്ന് വരുത്തി ഇപ്പോഴും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ഇതുകൂടി ചേർത്ത് വെക്കുമ്പോഴാണ് നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക. ഇപ്പോൾ 23ാം പാർട്ടി കോൺഗ്രസ് നമ്മൾ വ്യക്തമായി അതിൻ്റെ രാഷ്ട്രീയ പ്രമേയത്തിൽ ഒരു കാര്യം പറഞ്ഞു. അതെന്താ? ഈ BJPയെ താഴെ ഇറക്കാനാവും. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ആരും ആലോചിക്കുന്നില്ല. അപ്പോഴാണ് 23ാം പാർട്ടി കോൺഗ്രസ് പറയുന്നത് BJPയെ താഴെ ഇറക്കാനാവും. എങ്ങനെ?
ഒരു സ്വപ്നം പോലെ അല്ലെങ്കിൽ സങ്കല്പം പോലെ വിശദീകരിച്ചതല്ല CPIM. കാരണം BJPക്ക് 37% വോട്ടാണ് നിലവിലുള്ളത്, 37%. അതുകൊണ്ട് CPIM പറഞ്ഞു ഓരോ ഇന്ത്യൻ സംസ്ഥാനങ്ങളെയും, അന്ന് ഈ ഇന്ത്യ മുന്നണിയൊന്നും വന്നിട്ടില്ല കേട്ടോ, ഇന്ത്യ ബ്ലോക്കില്ല, അപ്പോഴാണ് പറഞ്ഞത് ഓരോ സംസ്ഥാനവും ഓരോ യൂണിറ്റായി കൈകാര്യം ചെയ്യണം. ആ ഓരോ യൂണിറ്റായിട്ട് ഓരോ സംസ്ഥാനവും കൈകാര്യം ചെയ്യുമ്പോൾ അവിടെ BJPക്ക് 37% ഇന്ത്യയിൽ ആകെ വോട്ട്, 63% വോട്ട് BJP വിരുദ്ധ വിഭാഗത്തിനാണ്. അങ്ങനെ വരുമ്പോൾ ആ സംസ്ഥാനത്ത് ഓരോ നിയോജക മണ്ഡലത്തിൽ ആര് സ്ഥാനാർത്ഥിയായി നിന്ന് ജയിക്കാനാവും എന്ന് BJP വിരുദ്ധ വോട്ട് ചിഹ്ന ഭിന്നമാവാതെ, ഒന്നുപോലും നഷ്ടപ്പെട്ടു പോകാതെ BJPക്കെതിരായിട്ട് പോൾ ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞാൽ ഈ BJPയെ താഴെ ഇറക്കാം എന്ന് CPIM 23-ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് രാഷ്ട്രീയ പ്രമേയത്തിൽ വ്യക്തമാക്കി. ഇത് സാധിക്കും എന്ന ഒരു ധാരണ വന്നപ്പോഴാണ് സഖാവ് യെച്ചൂരി ഉൾപ്പെടെയുള്ളവർ ബന്ധപ്പെട്ട് നിതീഷിനെ യഥാർത്ഥത്തിൽ മറ്റ് പാർട്ടികളുമായിട്ട് ഒരു ചർച്ചയ്ക്ക് നിയോഗിക്കുന്നത്. അങ്ങനെയാണ്, വെറുതെ ഉണ്ടായതല്ല ഇത്. ഈ ഇന്ത്യ ബ്ലോക്ക് രൂപപ്പെടുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി CPM ആണ്. ഈ നിലപാട് വെച്ചിട്ടാണ്. അങ്ങനെ നിതീഷ് കുമാർ ഇവരെല്ലാമായിട്ട് ചർച്ച ചെയ്തു, കോൺഗ്രസ് ആയിട്ടും അതുപോലെ തന്നെ AAP ആയിട്ടും DMK ആയിട്ട് നമ്മളുമായിട്ട് എല്ലാവരുമായിട്ട് ചർച്ച ചെയ്തു. നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്ന ഘട്ടത്തിലാണ് കോൺഗ്രസ് വാശി പിടിച്ച് ചെയർമാനാവണം കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ നിതീഷ് മനസ്സിലായി നേതൃത്വം അങ്ങോട്ട് പോവുകയാണ്. അവരൊക്കെല്ലാം മറുകണ്ഠം ചാടാൻ വലിയ സമയം വേണ്ട, വളരെ വേഗം തന്നെ മറുകണ്ഠം ചാടി BJP ക്യാമ്പിലേക്ക് പോയി. അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ കാര്യം വന്ന നിതീഷ് തന്നെ പുറത്ത് പോയിരിക്കുകയാണ്. പിന്നെ ഇനി ചാൻസ് എന്താ? അന്ന് യെച്ചൂരി പറഞ്ഞത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് നിതീഷ് കൂടിച്ചേർന്നിട്ടാണ് 37% വോട്ട്. അല്ലാണ്ട് അത് കൂട്ടാണ്ടല്ല, അത് കൂടിച്ചേർന്നിട്ടാണ് 37%. ഒരു തരത്തിലും നമ്മൾ ആശങ്കപ്പെടേണ്ടതില്ല, നമുക്ക് സാധിക്കുന്നതാണ്. സഖാവ് യെച്ചൂരി മരിച്ചപ്പോൾ രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്. അതിൽ പറഞ്ഞത് യെച്ചൂരിയാണ് ഇന്ത്യ ബ്ലോക്കിൻ്റെ ശില്പി എന്നാണ്. ഇപ്പോൾ CPIM എടുത്തൊരു നിലപാട് ഫലപ്രദമായിട്ട് ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ യെച്ചൂരി കൈകാര്യം ചെയ്ത് പോയതിൻ്റെ ഒരു ദേശീയ അംഗീകാരമാണ് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഫലപ്രദമായ ഒരു നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോയിരുന്നുവെങ്കിൽ ഇപ്പോൾ 2% വോട്ടിൻ്റെ കുറവ് മാത്രമേ ഇന്ത്യ ബ്ലോക്കിന് കഴിഞ്ഞ 18-ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ളൂ. 2%. 38 MPമാരെ കൂടി കിട്ടിയിരുന്നുവെങ്കിൽ BJPയുടെ ഗവൺമെൻറ് മാറുമായിരുന്നു, ചിത്രം മാറുമായിരുന്നു. പക്ഷേ കോൺഗ്രസ്സിന് ഫലപ്രദമായി ഇന്ത്യ ബ്ലോക്കിനെ ഒന്നിച്ച് നിർത്തി മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്നതിൽ നല്ല വീഴ്ച തന്നെയാണ് സംഭവിച്ചത് എന്നതാണ് നമ്മളിതിലും കാണുന്നത്. അതിനുശേഷം അങ്ങനെ തന്നെ ഓരോ സംസ്ഥാന ഉപതെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഏറ്റവും അവസാനം ഡൽഹി ഉൾപ്പെടെ വരുമ്പോൾ അവരെടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് വലിയേട്ട നിലപാടാണ്. അത് മറ്റുള്ളവരെ ചേർത്ത് മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ, BJP വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് വർഗീയതയ്ക്കെതിരായി പൊരുതാൻ, അതുപോലെ തന്നെ വർഗീയ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അജണ്ട ഫലപ്രദമായി പ്രതിരോധിക്കാനുള്ള നിലപാടല്ല. അവർ മൃദു ഹിന്ദുത്വ സമീപനത്തോടുകൂടി എങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നതിനെ പറ്റിയാണ്, അവർ തനിയെ തന്നെ എങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നതിനെ പറ്റിയാണ് ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കിതിൻ്റെ ഭാഗമായിട്ട് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായി ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഭൂരിപക്ഷം തനിച്ചില്ലെങ്കിലും 2 പാർട്ടികളെ കൂടി ചേർത്തിട്ട് ഐക്യമുന്നണിയായിട്ട് BJP നരേന്ദ്രമോദി അധികാരത്തിലിരിക്കുമ്പോൾ, പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ പഴയ അതേ നിലപാട് തുടർന്ന് മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. ഒരു തരത്തിലുള്ള വളച്ചുകെട്ടുമില്ലാതെ പച്ചയായിട്ട് വർഗീയത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മതരാഷ്ട്ര സിദ്ധാന്തം മുന്നോട്ടേക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള പ്രചരണം തന്നെയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് വിവിധ മേഖലയിലൂടെ. ആ ഒരു അപകടം നിലനിൽക്കുന്ന ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ വ്യക്തതയോടുകൂടി പാർട്ടി സെൻട്രൽ കമ്മിറ്റിയും അതുപോലെ തന്നെ പാർട്ടി കോൺഗ്രസിലേക്കുള്ള രേഖ സംബന്ധിച്ചുള്ള ചർച്ചയിലും ഞങ്ങൾ കാണുന്ന ഒരു കാര്യം, ഇന്നത്തെ ഇന്ത്യയിലും BJPയെ പ്രതിരോധിക്കുക, അതിനെ പരാജയപ്പെടുത്തുക, ഒറ്റപ്പെടുത്തുക എന്നുള്ളത്
ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യമായിട്ട് തന്നെ കാണുകയാണ്. അതിന് CPIM മാത്രം വിചാരിച്ചാൽ, ഇടതുപക്ഷം മാത്രം വിചാരിച്ചാൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രം വിചാരിച്ചാൽ സാധിക്കുന്നതല്ല. എല്ലാ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളും ഈ കാര്യത്തിൽ യോജിപ്പുള്ളവരെല്ലാം ചേർന്നുകൊണ്ട് ഇന്ത്യയിൽ ഒരു മതരാഷ്ട്രമെന്ന നിലപാട് സ്വീകരിച്ച് ഫാസിസ്റ്റിക് രീതിയിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ആവശ്യമായ ഫലപ്രദമായ നിലപാടുകൾ നമുക്ക് ഇന്ത്യയിൽ സ്വീകരിക്കാനാവണം എന്ന് തന്നെയാണ് പാർട്ടി അതിൻ്റെ ഭാഗമായിട്ട് കണ്ടിട്ടുള്ളത്. അത് സ്വാഭാവികമായി ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഈ ദിശാബോധത്തോടുകൂടി ഈ വർഗീയ ശക്തികൾക്കെതിരായിട്ട്, മതരാഷ്ട്രവാദികൾക്കെതിരായിട്ട് പ്രവർത്തിക്കാനും അതിൻ്റെ ഭാഗമായിട്ടുള്ള ആശയങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും സാധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് പരിശോധിച്ച് നോക്കിയാലും മുതലാളിത്തം പ്രതിസന്ധിയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിമാരായിട്ട് എങ്ങനെ അംബാനിയെയും അദാനിയെയും ഒക്കെ മാറ്റിക്കൊണ്ടുവരാം എന്നാണ് നരേന്ദ്രമോദി ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള സമ്പത്ത് കുന്നുകൂടുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്ത് മുഴുവൻ ഒരു 10% കയ്യിൽ ഏതാണ്ട് 87% സമ്പത്ത് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് കണക്ക്. ലോകത്ത് സാമ്രാജ്യത്വത്തിൻ്റെ കണക്കെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഏതാണ്ട് 10% ഈ സാമ്രാജ്യത്വത്തിൻ്റെ ഉള്ള ആളുകളുടെ കയ്യിലേക്ക് സമ്പത്ത് മഹാഭൂരിപക്ഷവും എത്തിച്ചേർന്നിരിക്കുന്നു. 50%-ലധികം എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചിത്രം. അങ്ങനെ സമ്പത്തിൻ്റെ ഏകീകരണത്തിൽ ഇന്ത്യയിലും നല്ല രീതിയിൽ ഈ കുത്തക മുതലാളിമാരുടെ കോർപ്പറേറ്റുകളുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. ഈ സാമ്പത്തിക മേഖലയിൽ നടപ്പിലാക്കിയ ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായി ക്രോണി ക്യാപിറ്റലിസം എന്ന് പറയുന്ന ഒരു പുതിയ വിഭാഗം ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് കൊള്ള ചെയ്ത് കൈവശപ്പെടുത്തിയിരിക്കുന്നു എന്ന് നമുക്കിതിൻ്റെ ഭാഗമായിട്ട് കാണാൻ കഴിയും. ഇങ്ങനെയെല്ലാമുള്ള സാമ്പത്തിക മേഖലയിലുള്ള ഇത്തരത്തിലുള്ള കടന്നാക്രമങ്ങളെ പ്രതിരോധിക്കാൻ കൃഷിക്കാർ ഒരു ഭാഗത്ത്, തൊഴിലാളികൾ വേറൊരു ഭാഗത്ത്, ജനങ്ങളാകെ ശക്തമത്തായ രീതിയിൽ മുന്നോട്ടേക്ക് വരേണ്ടുന്ന ഒരു സന്ദർഭം തന്നെയാണ് ഇപ്പോഴും നമ്മുടെ മുമ്പിലുള്ളത്. അതിന് നമ്മുടെ പാർട്ടിയെ ശക്തിപ്പെടുത്തണം. മറ്റേതെങ്കിലും രീതിയിൽ കാര്യങ്ങൾ നിർവഹിക്കാനാവുമെന്ന് ധരിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഒന്നാമത്തെ പരിഗണന പാർട്ടിയെ ശക്തിപ്പെടുത്തുക. 10ാം പാർട്ടി കോൺഗ്രസിൻ്റെ തന്നെ ഭാഗമായിട്ട് നമ്മൾ ചൂണ്ടിക്കാണിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കരുത്തുറ്റതാക്കുക. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് കേരളത്തിലെ ഇന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ല. അതൊരു രാഷ്ട്രീയ കൂട്ടുകെട്ടുമല്ല. ഇന്ത്യൻ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അതത് ജനവിഭാഗങ്ങൾ നടത്തുന്ന പോരാട്ടങ്ങളിലൂടെ, സമരങ്ങളിലൂടെ രൂപപ്പെട്ടു വരുന്ന ഒരു മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അത് തൊഴിലാളികളുടെ പ്രശ്നം, കൃഷിക്കാരുടെ പ്രശ്നം, കർഷക തൊഴിലാളികളുടെ പ്രശ്നം, അധ്യാപകരുടെ, ജീവനക്കാരുടെ, ഉദ്യോഗസ്ഥന്മാരുടെ, അതുപോലെ തന്നെ സ്ത്രീകളുടെ, കുട്ടികളുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി ഭരണവർഗ നിലപാടുകൾക്കെതിരായി, ഭരണകൂട ശക്തികൾക്കെതിരായി, അതിൻ്റെ സമീപനങ്ങൾക്കെതിരായി ജനാധിപത്യപരമായ രീതിയിൽ സംഘടിപ്പിക്കപ്പെടുന്ന നിരവധി പോരാട്ടങ്ങളിലൂടെ രൂപപ്പെട്ടു വരുന്ന ഒന്നാണ്. കർഷക സമരം നമ്മൾ കണ്ടതാണ്. ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തൊഴിലാളി വർഗ പോരാട്ടങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിലൂടെ രൂപപ്പെട്ടു വരുന്ന, വളർന്നു വരുന്ന, ശക്തിപ്പെടുന്ന ഒന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ജനകീയ ജനാധിപത്യ വിപ്ലവത്തിൻ്റെ മുന്നണി രൂപം കൊള്ളുന്നത്. അടിയന്തര പ്രാധാന്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ്. അതിലൂടെ നിലവിലുള്ള ഭരണകൂട വ്യവസ്ഥയെ തന്നെ മാറ്റി ഒരു പുതിയ ഭരണകൂട വ്യവസ്ഥയെ പകരം വെക്കാനും, ജനാധിപത്യ വിപ്ലവത്തിൻ്റെ കടമ പൂർത്തീകരിക്കാതെ ഇന്ത്യയിൽ പുതിയ രീതിയിലുള്ള ജനീയ ജനാധിപത്യ വിപ്ലവത്തിൻ്റെ കടമ പൂർത്തീകരിക്കാനും, ലോകത്തിന് മുമ്പിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ചൂണ്ടിക്കാണിച്ചതുപോലെ സോഷ്യലിസത്തിലേക്ക്, സമത്വസുന്ദരമായ ഒരു ലോകം, അതിൻ്റെ ഭാഗമായിട്ടൊരു ഇന്ത്യ, അത് പടുത്തുയർത്തുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ സാധിക്കുന്ന പാർട്ടിയുടെ സ്വതന്ത്രമായ കരുത്ത് വർദ്ധിപ്പിക്കണം. ഒപ്പം ഇടതുപക്ഷ ഐക്യം ശക്തിപ്പെടുത്തണം. ഇടതുപക്ഷ ഐക്യം എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ ദുർബലമാണ്. ആ ഇടതുപക്ഷ ഐക്യത്തെ ശക്തിപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു ദിശാബോധത്തോടു കൂടിയാണ് ഇന്ത്യൻ രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഉദ്ദേശിക്കുന്ന ഒരു ബദൽ സംവിധാനത്തിലൂടെ മുന്നോട്ടേക്ക് പോകാനാണ്. അത് കേരളവുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ നമുക്കറിയുന്നത് പോലെ കേരളം ഇന്ത്യയിൽ അവശേഷിക്കുന്ന ഒരേ ഒരു ബദൽ നിലപാട് മുന്നോട്ടേക്ക് വെച്ച് പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അതിൻ്റെ ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് ഒന്നാമത്തെ ടേം കഴിഞ്ഞ് രണ്ടാമത്തെ ടേമിലേക്ക് വരുമ്പോൾ
ബൂർഷ്വാ മാധ്യമങ്ങളാകെയും പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒറ്റക്കെട്ടായും, അത് പേരെല്ലാം പലതുണ്ടെങ്കിലും ഒറ്റക്കെട്ടായും നമുക്കെതിരായി അതിശക്തിയായ രീതിയിലുള്ള കടന്നാക്രമമാണ് ഗവൺമെൻറ്റിനെതിരായിട്ട്, പാർട്ടിക്കെതിരായിട്ട് കേരളത്തിലുടനീളം അതിശക്തിയായിട്ട് നടത്തി വരുന്നത്. ഇതാണ് ഇതിൻ്റെ എല്ലാം കൂടി ചേർന്ന് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ത്യയിലാകെ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റും അതിൻ്റെ തന്നെ സ്വഭാവമായ, ഞാൻ നേരത്തെ പറഞ്ഞ ഫാസിസ്റ്റിക് സ്വഭാവം, രീതി കൈകാര്യം ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് വരുന്ന ഘട്ടത്തിൽ ഇവിടെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ, UDF, ഒപ്പം തന്നെ BJP ഉൾപ്പെടെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഈ ബദൽ സംവിധാനത്തെ മുഴുവൻ തകർക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമമാണ്. ഇത് വളരെ ഫലപ്രദമായിട്ട് നമുക്ക് കേരളത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയണം. ഏത് ശരിയായ രീതിയിലുള്ള നിലപാട് സ്വീകരിച്ചാലും അതിൻ്റെ അകത്ത് എങ്ങനെയാണ് നെഗറ്റീവായ കാര്യം കണ്ടെത്തുക എന്നുള്ളതാണ് മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ആശയം ഉൽപ്പാദിപ്പിക്കാനാണ് അവർ ശ്രമം. വലിയ രീതിയിലുള്ള ഒരു ശൃംഖല ഇവിടെയുണ്ട്. ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ കേന്ദ്രങ്ങളിൽ ആശയതലത്തിൽ ഇവിടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോഴല്ല, അത് 57 മുതൽ തന്നെ നമുക്ക് കണ്ട കാര്യമാണ്. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നത് കേരളത്തിലാണ്. അതാ EMSൻ്റെ ഗവൺമെൻറ്. EMSൻ്റെ ഗവൺമെൻറ് വന്നതുകൊണ്ട് എന്താണ് നേട്ടം എന്നൊക്കെ ഇപ്പോഴും ചിലർ ചോദിക്കുന്നുണ്ട്. നേട്ടം നമുക്കെല്ലാം അനുഭവവേദ്യമാണ്. ഈ ആധുനിക കേരളം എങ്ങനെയാണ് രൂപപ്പെട്ടത്? ആരാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നിലപാടുകളും ആശയങ്ങളും സ്വരൂപിച്ചത്? ഒരു സംശയവും വേണ്ട, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഐക്യ കേരളം രൂപം കൊള്ളുമ്പോൾ അതിൻ്റെ പിന്നിൽ EMS ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഭാഷാ സംസ്ഥാനം 56 ജൂണിൽ ചേർന്ന CPIയുടെ തൃശ്ശൂർ സമ്മേളനത്തിലാണ് ഐക്യ കേരളത്തിൽ നടക്കാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നമ്മൾ മുന്നോട്ടേക്ക് വെക്കേണ്ടുന്ന നിലപാട്, വികസന പരിപ്രേക്ഷ്യം എന്തായിരിക്കണം എന്ന് ചർച്ച ചെയ്തത്. 1956 ജൂണിൽ അന്ന് അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ് പിന്നീട് പ്രകടന പത്രികയിൽ 1957 തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ മുന്നോട്ടേക്ക് വെച്ചത്. ആ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടാണല്ലോ നമ്മൾ ജയിച്ചത്. 1957 ഏപ്രിൽ മാസം 5-ന് അധികാരത്തിൽ വന്നു EMS ഗവൺമെൻറ്, ചരിത്രത്തിൽ ആദ്യമായിട്ട്. അത് കഴിഞ്ഞിട്ട് 6-ാമത്തെ ദിവസം 11-ാം തീയതി, ഏപ്രിൽ 11-ാം തീയതി, ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തുമില്ലാത്ത രീതിയിൽ ഒരു നിലപാട് ഇവിടെ സ്വീകരിച്ചു. അത് കുടിയൊഴിപ്പിക്കൽ വിരുദ്ധ ഓർഡിനൻസ്. നിയമമൊന്നും ആയിട്ടില്ല കേട്ടോ, ഓർഡിനൻസ്. കുടിയൊഴിപ്പിക്കരുത്. ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് സ്വന്തം നിൽക്കാൻ ഒരിടമായി. ഭൂമിയിൽ അവകാശവും രേഖയൊന്നുമില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായി വെച്ചുകാണലും കങ്കാണിയും നൂരിയും മുക്കാലും വാശിയും വണ്ണാത്തി മാറ്റിമുടക്കലും കല്ലുംതോലും വെച്ചുകെട്ടലും കൂലിയാൻ ഉൾപ്പെടെയുള്ള ജന്മിമാരുടെ അടിമ തുല്യമായിട്ട് ജീവിക്കുന്ന പാവപ്പെട്ട കുടിയാന് 1957 പോലും ഇതാ അവസ്ഥ. ജന്മിത്വത്തിൻ്റെ ഏറ്റവും കടുത്ത കടന്നാക്രമങ്ങൾക്ക് വിധേയപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യൻ, ഗ്രാമീണ മേഖലയിൽ പ്രത്യേകിച്ച്. ആ മനുഷ്യനോടാണ് EMSൻ്റെ ഗവൺമെൻറ് പറഞ്ഞത്, ഇനി നിങ്ങൾ കുടികിടപ്പിൽ നിന്ന്, നിങ്ങളുടെ ഭൂമിയിൽ നിന്ന് ഒഴിയണ്ട. കുടിയൊഴിപ്പിക്കൽ വിരുദ്ധ ഓർഡിനൻസ് ജന്മിമാർക്കേറ്റ ഏറ്റവും വലിയ പ്രഹരം. അവർക്കിഷ്ടം പോലെ ജന്മിമാർക്ക് കുടിയൊഴിപ്പിക്കാൻ അവകാശമില്ല. നിൽക്കാൻ ഒരിടം കിട്ടി. നിൽക്കാൻ ഇടം കിട്ടുമ്പോഴാണ് തൻ്റെ ഇടം. ഇന്നും നിൽക്കാൻ ഇടമില്ലാത്തവർക്ക് തൻ്റെ ഇടമില്ല. 57 ആരംഭിച്ചു. യാദൃശ്ചികമല്ല, വ്യക്തമായ നിലപാടിൽ സ്ഥാനപ്പെടുത്തിയ. വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റം വന്നു. ആ മാറ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ദരിദ്രമായി കിടക്കുന്ന ഈ പാവപ്പെട്ട മനുഷ്യരോട് നിങ്ങൾ സ്കൂളിലേക്ക് പോകാൻ, കുട്ടികളോട് നിങ്ങൾക്ക് സ്കൂളിൽ കഞ്ഞി, ഉച്ചക്കഞ്ഞി, ഒരു നേരത്തെ വിശപ്പടക്കാനുള്ള കഞ്ഞി കിട്ടുമെന്നൊരവസ്ഥ. സ്കൂളിലേക്ക് കുട്ടികൾ ചേർന്നു. ദേശീയ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ നല്ല പിന്തുണ. സ്കൂളില്ലാത്ത സ്ഥലത്തെല്ലാം ഒറ്റയ്ക്കൊരു അധ്യാപകരെ കൊണ്ടുവന്നിട്ടുള്ള സ്കൂൾ അങ്ങനെ വരികയാണ്. അന്ന് 1957 സ്കൂളിൽ പഠിച്ച കുട്ടികൾ പിന്നെ മുതിർന്ന് രക്ഷിതാക്കളായി, അച്ഛനും അമ്മയായി. അത് 2ാം തലമുറ. അവർക്കൊന്നും കാര്യമായിട്ട് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല.
രണ്ടാം തലമുറ എത്തുമ്പോൾ ഒരു പ്രീ ഡിഗ്രി അതുപോലെ തന്നെ SLC എല്ലാം പൂർത്തിയാവുന്ന നില വന്നു. ഇപ്പോഴും മൂന്നാം തലമുറയാണ്. ഏത് പട്ടികജാതിക്കാരൻ്റെയും പട്ടികവർഗ്ഗക്കാരൻ്റെയും പിന്നോക്ക സമുദായക്കാരൻ്റെയും കർഷക തൊഴിലാളിയുടെയും കൃഷിക്കാരൻ്റെയും മക്കൾ ഇന്നുള്ളത് കേരളത്തിൽ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളാണ്. നമ്മളത് പലപ്പോഴും പരിശോധിക്കാറില്ല. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇതില്ല. ഇന്ത്യയിൽ പ്രമാണിമാരുടെ മക്കൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷനുണ്ട്, ഡോക്ടറുണ്ട്, എഞ്ചിനീയറുണ്ട്, ശരിയാ. ഇവിടെ കേരളത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ട മനുഷ്യൻ്റെയും ഇടയിൽ ഈ പ്രൊഫഷണൽ വിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവും നേടാൻ കഴിയുന്ന ഇപ്പോഴത്തെ ഏറ്റവും അവസാനത്തെ, ഞാൻ നേരത്തെ പറഞ്ഞ 57 മൂന്നാമത്തെ തലമുറ എത്തി നിൽക്കുന്ന ഇന്നുണ്ട് ഇവിടെ. അത് കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്, വേറെ ഒരു സംസ്ഥാനത്തുമില്ല. മാത്രമല്ല, ഉന്നത വിദ്യാഭ്യാസം നേടാൻ സാധിക്കുന്ന ഏറ്റവും വലിയൊരു വിഭാഗം, അത് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതലുള്ള പെൺകുട്ടികൾ ഇവിടെയാണ്, കേരളത്തിലാണ്. ആ കേരളത്തിൽ ഇപ്പോൾ ചില ആളുകൾ പിന്തിരിപ്പൻ നിലപാടിൻ്റെ ഭാഗമായിട്ട് പൊതുസമൂഹത്തിലേക്ക് പെൺകുട്ടികൾ ഇറങ്ങരുത് എന്ന് ശാഠ്യം പിടിക്കുന്ന അവസ്ഥ ഇപ്പോഴുണ്ട്. അങ്ങനെ ശാഠ്യം പിടിച്ചു നിന്നാൽ സമൂഹം മുമ്പോട്ടേക്ക് പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ശാഠ്യം പിടിച്ചവർക്ക് അവിടെ നിൽക്കാനാവില്ല. ഇതാണ് ജനാധിപത്യവൽക്കരണത്തിൻ്റെ നിയമം. പൊതു ഇടങ്ങളിലേക്ക് നമുക്കറിയാം, ഒരു ഘട്ടത്തിൽ മുസ്ലിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പാടില്ല, സ്കൂളിലേക്ക് പോകാനേ പാടില്ല, പഠിക്കാനും പാടില്ല. അന്ന് അതിനെ നിഷേധിച്ച ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, തലശ്ശേരി. കേട്ടില്ലേ നിങ്ങൾ? അപ്പോൾ ആ സ്ത്രീയുടെ പേര് ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് മാറിയ ആ സ്ത്രീ SLC വരെ പഠിച്ചു. ഹിന്ദു പത്രമാണ് മരിക്കുന്നത്, ഇതിനിടെയാണ് മരിച്ചത്. മരിക്കുന്നത് വരെ ആ സ്ത്രീ വായിച്ചുകൊണ്ടിരുന്ന പത്രം ഹിന്ദു പത്രമാണ്, അന്നത്തെ SLC. മനസ്സിലായില്ലേ? ഇംഗ്ലീഷ് പറയുന്ന ഉമ്മ എന്നാണ് പേര്. അന്നവരെ കാർക്കിച്ച് തുപ്പിയിട്ടുണ്ട്. പല വീട്ടിലേക്കും കയറ്റാതിരുന്നിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുന്നു അല്ലേ നീ? സ്കൂൾ മലബാറിലെ ചില സ്ത്രീകൾ, കോഴിക്കോടിൻ്റെ അങ്ങനെ ഇങ്ങേയറ്റത്തുള്ളൊരു പാലമുണ്ടല്ലോ, ഇപ്പം പാലമുണ്ട്, അന്ന് കടവാണ്. ആ കടവ് കടന്നാൽ ഭ്രഷ്ടാണ്. ബ്രിട്ടീഷുകാർ കൊടുത്ത എന്തെങ്കിലും ആനുകൂല്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കടലിലേക്ക് പോയാൽ കടൽ കടന്നാൽ ഭ്രഷ്ടാണ്. എന്തെല്ലാം അന്ധവിശ്വാസ ജടിലമായ നിലപാടുകളെ കൃത്യമായിട്ട് വെല്ലുവിളിച്ചുകൊണ്ടാണ് സ്ത്രീകളും അതുപോലെ തന്നെ പൊതുസമൂഹവും മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. പുരുഷ മേധാവിത്വ കേന്ദ്രീകൃതമായ സമൂഹത്തിൻ്റെ ഭാഗമായി ഇപ്പോഴും പൊതു ഇടങ്ങളിൽ സ്ത്രീകൾ ഉണ്ടാവരുത് എന്ന് പറയുന്ന നിലപാടിലേക്ക് എങ്ങനെ പോകാനാവില്ല. പുരോഗമനപരമായ നിലപാടുകൾ സ്വീകരിച്ച് സമൂഹത്തിന് മുന്നോട്ടേക്ക് പോകേണ്ടി വരും. ആ പുരോഗമനപരമായ നിലപാട് നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെയും ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും എല്ലാം കൂട്ടായ ശ്രമത്തിൻ്റെ, അല്ലെങ്കിൽ അത് പിൻപറ്റി മുമ്പോട്ടേക്ക് വന്ന കേരളീയ സമൂഹത്തിൻ്റെ ഭാഗമായി രൂപപ്പെട്ടത് തന്നെയാണ്. അതുകൊണ്ട് ഇന്ന് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന സ്ത്രീകളുള്ള നാട് ഈ കേരളമാണ്. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ വന്ന മാറ്റം, വ്യാവസായിക മേഖലയിൽ വന്ന മാറ്റം, സാംസ്കാരിക മേഖലയിൽ വന്ന ഇപ്പോഴത്തെ നമ്മൾ കാണുന്ന യുവജനോത്സവം ഉണ്ടല്ലോ നമ്മുടെ കുട്ടികളുടെ, അന്ന് തുടങ്ങിയതാണ് മുണ്ടശ്ശേരി. അതിന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ പരിപാടിയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ശിവൻകുട്ടി അത് നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും പൂർത്തിയാവാത്ത അത്രയും കാര്യങ്ങൾ പറയാനുണ്ട്. 57 കഴിഞ്ഞ് 1967 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ് പോയി വിമോചന സമരം, അമേരിക്കൻ CIA പണം കൂടി ഉപയോഗിച്ചുകൊണ്ട് അതിനെ തകർക്കുന്നതിന് വേണ്ടി വിമോചന സമരത്തിന് നായരും അതുപോലെ തന്നെ മറ്റ് ജാതി വിഭാഗങ്ങളും എല്ലാം ചേർന്ന് ശക്തിയായിട്ടുള്ള വിമോചന സമരം നടത്തി. അവസാനം സമരം നടത്തിക്കൊണ്ടൊന്നുമല്ല, ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി എല്ലാം കൂടി ചേർന്ന് ഭരണഘടനാപരമല്ലാത്ത രീതിയിൽ ഭരണഘടനയിലുള്ള വകുപ്പ് ഉപയോഗിച്ച് അതിനെ പിരിച്ചുവിട്ടു. 59 പിന്നെ വീണ്ടും നമ്മൾ കത്തിയിരുന്നു 10 കൊല്ലം. 1967 സഖാവ് EMSന്റെ ഗവൺമെൻറ് വന്നു. EMSന്റെ ഗവൺമെൻറ് വന്നപ്പോൾ എന്താ, നേരത്തെ തുടങ്ങി വെച്ച നിയമമൊന്നും ആവാൻ പറ്റാത്ത തൻ്റെടിയായ ഒരു സമൂഹത്തെ സൃഷ്ടിച്ച കുടിയൊഴിപ്പിക്കരുത് എന്ന ഓർഡിനൻസ് ഉൾപ്പെടെ ചേർത്ത് അതിനേക്കാൾ കുറച്ചുകൂടി മുമ്പോട്ടേക്ക് പോകുന്ന ഒരു നിയമനിർമ്മാണം നടത്തി. അത് കാർഷിക ഭൂപരിഷ്കരണ ഭേദഗതി നിയമമാണ്. അത് 1969 ഒക്ടോബർ 14 പാസ്സാക്കിയത്. ഏകണ്ഠമായിട്ട് ഗൗരിയമ്മയാണിത് ഫയൽ ചെയ്തത്. കാർഷിക ഭൂപരിഷ്കരണ ഭേദഗതി നിയമം അത് പാസ്സാക്കി ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗവൺമെൻറ് പോയി. ഒരു കുറുമുന്നണി ഗവൺമെൻറ് വന്നു.
ആ ഗവൺമെൻറ്റിനെ തുടർന്ന് ഈ നിയമം നടപ്പിലാക്കില്ല. കാരണം വലതുപക്ഷ ഗവൺമെൻറ്റാണ്. സമ്മർദ്ദം കൊണ്ട് നിയമം നിർമ്മിക്കും, പക്ഷെ നടപ്പിലാക്കില്ല. ഇടതുപക്ഷമാകുമ്പോൾ സമ്മർദ്ദം കൊണ്ട് ജനങ്ങളുടെ സമ്മർദ്ദത്തെ അടിസ്ഥാനപ്പെടുത്തി നിയമം നിർമ്മിക്കും, നടപ്പിലാക്കുകയും ചെയ്യും. 69 ഒക്ടോബർ 14 നിയമം പാസ്സാക്കിയിട്ട് നടപ്പിലാക്കാതിരുന്നപ്പോൾ 1969 ഡിസംബർ 14 സഖാവ് സുന്ദരയ്യ ഉൾപ്പെടെയുള്ള പാർട്ടി നേതൃത്വമാകെ EMS ഉണ്ട്, AKG ഉണ്ട്, VS അച്യുതാനന്ദനുണ്ട്, CH കണാരനുണ്ട്, അഴീക്കോടൻ രാഘവനുണ്ട്, ഇവരൊക്കെയുണ്ട്. അവിടെ ആലപ്പുഴ ഏറ്റവും വലിയൊരു സമ്മേളനം, ഒരു ഉത്സവപ്പറമ്പിൻ്റെ ഭാഗമായിട്ടുള്ളൊരു വലിയ മൈതാനി, 5 ലക്ഷം ആളുകൾ പങ്കെടുത്തു എന്നാണ് പറയുന്നത് ആ സമ്മേളനത്തിൽ. അന്ന് സഖാവ് AKG ആണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമരമുഖം ഇന്ത്യയിൽ. പാവങ്ങളുടെ പടത്തലവൻ. ഇവരെല്ലാം ഇരിക്കുന്ന സ്റ്റേജിൽ സഖാവ് AKG ആണ് സമരപ്രഖ്യാപന പ്രസംഗം നടത്തിയത്. വളരെ ലളിതമായിരുന്നു പ്രസംഗം. സാധാരണ നമ്മൾ പറയുന്നതാണ്, നിങ്ങൾ ഈ നിയമം നടപ്പിലാക്കിയാലും നടപ്പിലാക്കിയില്ലെങ്കിലും ഞങ്ങൾ 1970 ജനുവരി മാസം 1-ാം തീയതി ഈ നിയമം നടപ്പിലായതായി ഇതാ പ്രഖ്യാപിക്കുന്നു. AKGയുടെ പ്രസംഗം. അത് 1969 ഡിസംബർ 14 കൃത്യം 2 മാസം. 14 കഴിഞ്ഞിട്ട് 1970 ജനുവരി മാസത്തിലേക്ക് വളരെ ചുരുക്കം ദിവസം. ആ സമ്മേളനം പിരിഞ്ഞുപോയ എല്ലാ സ്ഥലത്തും കമ്മ്യൂണിസ്റ്റുകാരും കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെയും കർഷക പ്രസ്ഥാനത്തിൻ്റെയും വക്താക്കളെല്ലാം നാട്ടിലിറങ്ങി 1970 ജനുവരി മാസം 1 പുലരാൻ കാത്തിരുന്നു. പുലർന്നു. രാവിലെ ഈ കേരളക്കരയിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങിയിട്ട് ഈ 10 സെൻറ്റ് കുടികടപ്പ് വളച്ചു കെട്ടി ഉഭയങ്ങളെടുത്തു. ഭൂമി അവൻ കൈവശപ്പെടുത്തി. എത്ര? 36 ലക്ഷം കുടുംബങ്ങൾക്ക് സ്വന്തമായിട്ട് ഭൂമി കിട്ടി. വെറുതെ കിട്ടിയതല്ല. 36 ലക്ഷം കുടുംബങ്ങൾക്ക് 5 സെൻറ്റ് മുതൽ 15 ഏക്കർ വരെ ഭൂമി. ഈ കാർഷിക ഭൂവൽക്കരണ ഭേദഗതി നിയമത്തെ എന്ന് പറഞ്ഞാൽ, കൃത്യമായിട്ട് പറഞ്ഞാൽ, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു വർഗം ഇപ്പോഴും സജീവമായി നിൽക്കുമ്പോൾ ഒരു വർഗം ഈ കേരളത്തിലില്ല. അത് ജന്മിത്വമാണ്. കേരളത്തിലില്ലാത്ത വർഗം ജന്മി. ആ ജന്മിത്വം അവസാനിപ്പിച്ചതാണ് 1969 ഒക്ടോബർ 14 നിയമം. തുടർന്ന് നടന്ന അതിശക്തമായ സമരങ്ങൾ, പ്രക്ഷോഭങ്ങൾ, പാർലമെൻ്ററി പ്രവർത്തനത്തിലൂടെ നിയമം നിർമ്മിക്കുക, പാർലമെൻറ്റേതര പ്രവർത്തനത്തിലൂടെ അത് നേടിയെടുക്കാനുള്ള പോരാട്ടങ്ങളും സമരങ്ങളും ശക്തിപ്പെടുത്തുക. ഇന്ത്യൻ തൊഴിലാളി വർഗ പ്രസ്ഥാനം ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നൽകിയ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള കൃത്യമായ ഒരു കാഴ്ചപ്പാടാണ് ഇത്. കേരളത്തിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനം നടത്തിയ ഏറ്റവും ഐതിഹാസികമായ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ തുടർച്ചയായിട്ട് എന്തൊക്കെ വന്നു? മിച്ചഭൂമി സമരം നടന്നു, പ്രക്ഷോഭം നടന്നു. ഈ സമരത്തിൻ്റെ ഭാഗമായി 10-18 സഖാക്കൾ സ്വന്തം ജീവിതം സമർപ്പിക്കേണ്ടി വന്നു, രക്തസാക്ഷികളാകേണ്ടി വന്നു. അതിൽ ഭാർഗവി എന്ന് പറയുന്ന ആലപ്പുഴയിലെ സ്ത്രീ സഖാവ് ഉൾപ്പെടെ വെടിയേറ്റ് മരിച്ചു. ഇങ്ങനെയുള്ള പോരാട്ടങ്ങളിലൂടെയാണ് ഈ കേരളം തീർത്തത്, ഈ ആധുനിക കേരളം രൂപപ്പെട്ടു വന്നത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് പിന്നീട് ജനകീയാസൂത്രണം. അതിന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപോൽപ്പന്നമാണ് നമ്മുടെ കുടുംബശ്രീ, സാക്ഷരതാ പ്രസ്ഥാനം. ഏറ്റവും അവസാനമായിട്ട് 62 ലക്ഷം ആളുകൾക്ക്, ഈ പാവപ്പെട്ട മനുഷ്യർക്ക് ജീവിക്കാൻ സാധിക്കത്തക്ക രീതിയിലുള്ള പെൻഷനുകൾ, ക്ഷേമ പെൻഷനുകൾ, കേരളത്തിൻ്റെ കൃത്യമായ ധാരണയോടുകൂടിയുള്ള വികസന പ്രക്രിയ. സഖാവ് പിണറായി വിജയൻ്റെ കഴിഞ്ഞ 5 കൊല്ലക്കാലത്തെയും ഇപ്പോൾ 3 കൊല്ലത്തിൻ്റെയും അനുഭവങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ ഒരു കുതിപ്പ് തന്നെയാണ് പ്രതികൂലമായ സാമ്പത്തിക നിലപാടുകൾ അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിലും നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. കേന്ദ്ര ഗവൺമെൻറ് ശക്തമത്തായ രീതിയിൽ കേരളത്തെ പ്രതിരോധിക്കുകയാണ് സാമ്പത്തിക മേഖലയിൽ. ആ പ്രതിരോധത്തെ നേരിട്ടുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഫലപ്രദമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ കഴിയുന്നുണ്ട്. എല്ലാ തലങ്ങളിലും പുതിയ തലത്തിലേക്ക് നമുക്ക് മുന്നേറാൻ സാധിക്കുന്നുണ്ട്. നമുക്കറിയാലോ, വിഴിഞ്ഞം തുറമുഖം ഈ കേരളത്തെ പൊതുവായിട്ടും പ്രത്യേകിച്ച് 2 ജില്ലകളിൽ, തിരുവനന്തപുരത്തും കൊല്ലത്തും, വലിയ രീതിയിലുള്ള മാറ്റമാണ് വരാൻ പോകുന്നത്. കണ്ണഞ്ചിപ്പിക്കുന്ന മാറ്റം, വളർച്ച, വികസനത്തിൻ്റെ ഭാഗമായിട്ട്. അതേപോലെ തന്നെ കോറിഡോറിൻ്റെ ഭാഗമായിട്ട് തുടങ്ങാൻ പോവുകയാണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക്. 1300 ഏക്കർ ഭൂമി ഇവിടെ ഈ പാലക്കാട് മാത്രം ഏറ്റെടുത്തിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് അംഗീകാരം കിട്ടി. 14,000 സംരംഭകർ ഇവിടെ കാത്തിരിക്കുകയാണ് എന്ന് സഖാവ് പി രാജീവൻ പറഞ്ഞു, വ്യവസായ വകുപ്പ് മന്ത്രി.
വ്യവസായത്തിൻ്റെ ഭാഗമായിട്ട് സംരംഭങ്ങൾ ആരംഭിക്കണമെന്ന് പറഞ്ഞപ്പോൾ കേരളത്തിൽ സംരംഭങ്ങൾ ആരംഭിക്കുമോ എന്നായിരുന്നു ചോദ്യം. ഒന്നാമത്തെ കൊല്ലം 1,30,30,000, രണ്ടാമത്തെ കൊല്ലം 1,10,000, 2 കൊല്ലവും കൂടി ചേർന്നിട്ട് 2,40,000. 10,000 കോടി രൂപയുടെ മൂലധന നിക്ഷേപത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടലുകൾ, സംരംഭങ്ങൾ. അതിൽ ചിലതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നുള്ള കാര്യം 30% പോകുന്നതാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. എങ്കിൽ പോലും ഒരു 1.5 ലക്ഷം സംരംഭങ്ങൾ കൃത്യമായിട്ട് വളർന്ന് ഒരു 100 കോടിയിലേക്കൊക്കെ എത്തുന്ന അവസ്ഥ വന്നാൽ ഈ കേരളത്തിൻ്റെ ചിത്രം അങ്ങോട്ട് മാറില്ലേ? നമ്മൾ 25-ാം സ്ഥാനത്തായിരുന്നു വ്യവസായ സംരംഭവുമായിട്ടും സൗഹൃദവുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ. 25-ാമത്തത്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ 15ആയി. കഴിഞ്ഞ കൊല്ലം 2024 അത് 1-ാം സ്ഥാനത്തായി. ഇന്ത്യയിൽ 1-ാം സ്ഥാനത്ത്. ആളോഹരി വരുമാനം ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമായിരുന്നു കേരളം. നമ്മൾ കേരളത്തെ 20 ലക്ഷം അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക് തൊഴിൽ നൽകുമെന്ന് പ്രഖ്യാപിച്ചു. രണ്ടാമത്തെ പിണറായി ഗവൺമെൻറ്റിൻ്റെ പ്രകടന പത്രികയുടെ ഭാഗമായിട്ട് LDF പറഞ്ഞതാണ് 20 ലക്ഷം അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക് തൊഴിൽ നൽകും. അത് സാധിക്കുമോ എന്ന് നമ്മളോട് തന്നെ പലരും ചോദിച്ചിട്ടുണ്ട്. LDFൻ്റെ പ്രകടന പത്രിക വായിച്ചോട് ചോദിച്ചു, സാധിക്കുമോ? ഒരു സംശയവും വേണ്ട, സാധിക്കും. നേരത്തെ പറഞ്ഞ 2,40,000 വരുന്ന സ്വയം സംരംഭക പ്രവർത്തനത്തിൻ്റെ അകത്ത് 2-3 ആളെ ജോലി കിട്ടിയാൽ 100 കോടി വരെയാണ് അതിലുള്ളത്. ഒരു 7 ലക്ഷത്തിലധികം ആളുകൾക്ക് ഇപ്പോഴും തന്നെ ജോലി കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും മറ്റ് വിവിധ സംരംഭങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 3 ലക്ഷത്തിലധികം ആൾക്ക് ജോലി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 10 ലക്ഷത്തിലധികം ആൾക്ക് ജോലിയായി. KDSC പ്ലാൻ ചെയ്യുന്നത് 10 ലക്ഷം ആളുകൾക്ക് ജോലി കിട്ടാൻ ഇപ്പോഴും തന്നെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഡിമാൻഡുണ്ട്. ഐസക് അംബാസിഡറായിട്ട് ഇപ്പോൾ ഒരു പുതിയ സംവിധാനം ആരംഭിച്ചിട്ടുണ്ട്. പഴയ സംവിധാനം തന്നെ ഒന്നും കൂടി പുതുക്കിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കാൻ സാധിക്കുന്നതാണ് പുതിയ സംരംഭ പ്രവർത്തനം. അത് KDSCൻ്റെ ഭാഗമായിട്ടാണ്. നോളേജ് എക്കണോമി മിഷൻ്റെ ഭാഗമായിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. ജോബ് ഫെയറുകൾ ആരംഭിക്കുക എന്നുള്ളതാണ്. ഓരോ മണ്ഡലത്തിലുമാണ്. ഓരോ മണ്ഡലത്തിലും നമുക്ക് ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ. പണ്ട് MLA-മാർ ആർക്ക് ജോലി കൊടുക്കാൻ? മുനിസിപ്പാലിറ്റി എവിടെ ജോലി കൊടുക്കാൻ? അതിനെപ്പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. എങ്ങനെയാണ് മുടക്കുക എന്നാണ് മുനിസിപ്പാലിറ്റി വന്നാൽ ആദ്യം സെക്രട്ടറി നോക്കുന്നത്. എങ്ങനെ ഈ സംരംഭം ഇല്ലാതാവാം എന്നുള്ളതായിരുന്നു അവരുടെ മനസ്സ്. അത് മാറിയല്ലോ. ഇപ്പോൾ അവർ തന്നെ ചുമതലയുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. അവിടെയെല്ലാം ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ ഇപ്പോൾ വന്ന് ചേർന്നിട്ടുണ്ട്. ഇന്റേണലുകളെ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. ഒക്കെ വരികയാണ്. അടുത്ത ഒരു 2-3 മാസം കൊണ്ട് കേരളത്തിൻ്റെ വിവിധ മേഖലയിൽ ഇപ്പോൾ ആദ്യം ആലപ്പുഴയാണ് നടത്തുന്നത് ജോബ് ഫെയർ. ഞങ്ങളെല്ലാം പ്രദേശങ്ങളിലൊക്കെ ജോബ് ഫെയർ ഇതിനകം തന്നെ നടന്നിട്ടുണ്ട്. ഓരോ മണ്ഡലത്തിലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു 5,000-6,000 ആളുകളെ തൊഴിൽ കൊടുക്കാൻ സാധിക്കുന്ന ഒരു പുതിയ സാഹചര്യത്തിലേക്ക് ഓരോ മണ്ഡലത്തിലും വന്നു ചേരുന്ന ഒരവസ്ഥ സ്വാഭാവികമായിട്ട് ഇതൊരു സ്വപ്നമല്ല, പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുകയാണ്. ആക്കാൻ സാധിക്കുന്നതാണ്. എൻ്റെ അനുഭവത്തിൽ തന്നെ അത് വ്യക്തമാണ്. ഞാൻ അതിൻ്റെ കണക്കൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. തളിപ്പറമ്പ് മണ്ഡലത്തിൻ്റെ ആ കണക്കൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. സാധിക്കുന്നതാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, എല്ലാവർക്കും തൊഴിലില്ലാത്തവർക്ക് മുഴുവൻ ഇപ്പോൾ തൊഴിൽ വേണമെന്ന് പറഞ്ഞ് നമ്മൾ വിചാരിക്കുന്ന അവർക്കെല്ലാം തൊഴിൽ വേണമെന്നാണ്. ഒന്നുമല്ല. ഞാൻ പരിശോധിച്ച് നോക്കിയപ്പോൾ കണ്ട ഒരു കാര്യം, 16,000 ആളുകളുണ്ട് തളിപ്പറമ്പിൻ്റെ ഒരു മണ്ഡലത്തിൽ മാത്രം. 16,000 അഭ്യസ്തവിദ്യരായ +2 മുതൽ ഒരു 39 വയസ്സ് വരെ എടുത്തിട്ടുള്ള ഗ്രാജുവേഷൻ ഉൾപ്പെടെയുള്ള അവരെ കണക്ക് നോക്കിയപ്പോൾ അവരെ കണ്ടുപിടിക്കാൻ തന്നെ എത്രയായിരുന്നു ശ്രമം. നമ്മളിപ്പോൾ എല്ലാവരെയും കണ്ടുപിടിച്ചു, 16,000-നെയും കണ്ടുപിടിച്ചു. അതിൽ കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു. 13,000 രജിസ്റ്റർ ചെയ്തു. എന്നിട്ട് രജിസ്റ്റർ ചെയ്തവർക്കെല്ലാം ജോലിയെ സംബന്ധിച്ചിടത്ത് ഓരോരുത്തരുമായിട്ട് കൃത്യമായിട്ടുള്ള ഇതിൽ മുമ്പന്തിൽ നിന്ന് പ്രവർത്തിക്കുന്നവരെ വിളിച്ചപ്പോൾ അവരെ ഓരോരുത്തരെയും കാണാൻ വേണ്ടി പോയപ്പോൾ ആകെ കിട്ടിയിട്ടുള്ളത് ഒരു 9,000-ഓളം മാത്രമാണ് നമ്പർ കിട്ടിയത്. ആ 9,000 ഇപ്പം തന്നെ ജോലിക്ക് വരാൻ തയ്യാറുള്ളവരല്ല. ഒരുപാട് ആൾക്ക് ഒരുപാട് റിസർവേഷനാണ്. എല്ലാം കൂടി കണക്ക് കൂട്ടി നോക്കിയപ്പോൾ യഥാർത്ഥത്തിൽ പെട്ടെന്ന് ജോലി പോകണമെന്ന് പറയുന്നൊരു 3,500 ആളേ ഉള്ളൂ. അതിലിപ്പോൾ 1000 ആൾക്ക് ജോലി കൊടുത്തു കഴിഞ്ഞു കൃത്യമായിട്ട്. അത് ജോലി കിട്ടിയ ഒരാൾ പോയി വിദേശത്ത് ജോലി കിട്ടിയിട്ട് പോയി. ഇവിടുന്ന് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ
അവിടെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് അതുപോലെ തന്നെ ഏതാണോ ഇൻ്റർവ്യൂ എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ നേരിടുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായിട്ടുള്ള കോച്ചിങ് ഒക്കെ നടത്തി തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിപ്പോൾ കേരളത്തിൽ ഉടനടി നടപ്പിലാക്കാൻ പോവാണ്. അതിൻ്റെ അംബാസിഡറായിട്ടാണ് ഐസക് വരുന്നത് എല്ലാ മണ്ഡലത്തിലും. അവിടെ നിന്നൊരു ഫോൺ രാവിലെ എന്ന് പറഞ്ഞാൽ 4 മണിക്കാകും ഫോൺ. അതായത് ഇവരെ പ്രാപ്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ടീമുണ്ട് അവിടെ, 10-40 പേരടങ്ങുന്ന ഒരു ടീം. ആ ടീമിലെ ഒരു സ്ത്രീയാണ് ഈ ചെറുപ്പക്കാരന്, പറശ്ശിനിക്കടയിലുള്ള കുട്ടിയാണ്, ചെറുപ്പക്കാരന് ജോലി കിട്ടാൻ ആവശ്യമായ എല്ലാ കോച്ചിങ്ങും നടത്തി ജോലി കിട്ടി വിദേശത്ത് പോയത്. എന്നിട്ട് എന്താ പറയുന്നറിയോ? വിളിച്ചപ്പോൾ ചോദിച്ചു, എന്താ വെച്ചു? അല്ല, എനിക്ക് ജോലി കിട്ടി, ഇന്നലെയാണ് ശമ്പളം കിട്ടിയത്, ആദ്യത്തെ ശമ്പളം, 1ാമത്തെ ശമ്പളം ഇന്നലെ കിട്ടി. ഈ രാവിലെ വെളിവരുന്നതിന് മുമ്പ് ഇന്നലെ വിളിച്ചു ചോദിച്ചു. അന്നേരം പറയാണ്, അത് കിട്ടിയപ്പോൾ ഇവിടുത്തെ സമയത്തിലാണ്, അവിടുത്തെ സമയത്തിലൊന്നും ബന്ധമില്ലാണ്ട് ഉടനെ തന്നെ അങ്ങോട്ട് വിളിച്ചു പോയതാന്ന് പറഞ്ഞു. എന്തിനാ വിളിച്ചു ചോദിച്ചു? നിങ്ങളുടെ നാളെന്താ പറയണം? നാള് മനസ്സിലായ? ഒരു നാള് പറഞ്ഞാട്ടെ. ഇല്ലേ, അറിയില്ലേ? നാളറിയില്ലേ? നാള് വേണം. അപ്പോൾ പെണ്ണുകൾ അറിയാം എന്തിനാ ഈ നാള്. അപ്പോൾ പറയാ, ആ നാള് എനിക്ക് ഒരു പൂജക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന്. എനിക്ക് ജോലി ഗവൺമെൻറ് രാജേഷോ മറ്റേ മന്ത്രിയൊന്നുമല്ല, ഗവൺമെൻറ്റൊന്നുമല്ല. അവരെ സംബന്ധിച്ച് അവരിങ്ങനെയാണ് കാണുന്നത്. ഈ സ്കീമിൻ്റെ ഭാഗമായിട്ട് ഈ സ്ത്രീയാണ് അവൻ ഈ പറയുന്ന രീതിയിൽ ആ ജോലി കിട്ടാൻ അർഹത നേടുന്ന സംവിധാനം ഉണ്ടാക്കിയത്. അതുകൊണ്ട് നിങ്ങളുടെ നാളെന്താന്ന് മനസ്സിലാക്കിയിട്ട് എനിക്ക് ഒരു പൂജയ്ക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് നാളെന്താന്ന് ചോദിക്കുന്ന നില. ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് ആളുകൾക്ക് കേരളത്തിൽ ജോലി കിട്ടാൻ പോവാണ്. ഒരു സംശയവും വേണ്ട നിങ്ങൾക്ക്. ഈ പറഞ്ഞ 20 ലക്ഷം ആളുകൾക്ക് നമുക്ക് ജോലി കൊടുക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കി, 20 ലക്ഷം ആളുകൾക്ക് ജോലി കിട്ടുന്നൊരു കേരളം പുതുതായിട്ട് വന്നാൽ ആളോഹരി വരുമാനത്തിൽ അത്രത്തോളമാണ് വർധനവുണ്ടാവാൻ പോകുന്നത് എന്ന് നിങ്ങൾ കണ്ടോ? നമ്മുടെ മാർക്കറ്റ് എങ്ങനെയാണ് ശക്തിപ്പെടാൻ പോകുന്നത് എന്ന് നിങ്ങൾ കണ്ടോ? ഒരു കേരളം എങ്ങനെയാണ് രൂപപ്പെട്ട് വരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. അപ്പോൾ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പുതിയ കേരളത്തിലേക്കാണ് സഖാവ് പിണറായി പറഞ്ഞ കേരളത്തിലേക്കാണ് നമ്മുടെ യാത്ര. അതിവിടെ എല്ലാവർക്കും വീട്. ഇപ്പോൾ രാജേഷ് ഇവിടെയുണ്ട്, ഏതാണ്ട് 5 ലക്ഷത്തിലധികം ആൾ വീട് പൂർത്തിയാവാൻ പോവാ. ഇനിയും വേണ്ടി വരും വീട്. ലൈഫ് പദ്ധതിയെ അതേ രീതിയിൽ കൈകാര്യം ചെയ്യും. ലോകത്തുണ്ടോ എവിടെയെങ്കിലും? അതിദാരിദ്ര്യം നമ്മൾ കണ്ടെത്തി. 35%, 40%-മാണ് ഇന്ത്യയുടെ വിവിധ മേഖലയിൽ അതിദാരിദ്ര്യം. എവിടെയോ? ഇവിടെ നേരത്തെ ആദ്യം 7%, 0.7% പിന്നെ ഇത് 5% കുറഞ്ഞു. ഇപ്പോഴത് വീണ്ടും കുറഞ്ഞു. അടുത്ത ഈ നവംബർ, ഈ വരാൻ പോകുന്ന 2025 നവംബർ മാസത്തോടുകൂടി ഈ കേരളം ഇന്ത്യയിലാദ്യമായി അതിദാരിദ്ര്യം അവസാനിപ്പിച്ച ആദ്യത്തെ സംസ്ഥാനമായിട്ട് മാറാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ ചിത്രം. അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം. എല്ലാവർക്കും വീട്, കയറിക്കിടക്കാൻ ഇടമുണ്ട ഇന്ത്യയിലെ ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പാവപ്പെട്ട മനുഷ്യൻ്റെ ഒരു നാട്. അത് ഈ കേരളമാവാൻ പോവാണ്. വിദ്യാഭ്യാസ മേഖലയിൽ ലോകോത്തരമാണ് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ. കോവിഡിൻ്റെ കാലത്ത് അമേരിക്ക പോലും വിസ്മയത്തോടു കൂടി കണ്ട സംസ്ഥാനമാണ് കേരളം. കേരളത്തെ ഒരു രാജ്യമായിട്ടാണ് കണ്ടത്, ഇന്ത്യയായിട്ടല്ല. കേരളത്തെ പ്രത്യേകമായിട്ട് പരിശോധിച്ചിട്ട് പറഞ്ഞു ഇന്ത്യ അതിൻ്റെ ഭാഗമായിട്ട് എന്നുള്ള കേരളത്തെ പറ്റി കൃത്യമായിട്ട് പറഞ്ഞു. വിസ്മയിപ്പിക്കുന്ന രീതിയിലല്ലേ 104 വയസ്സുള്ളവരെയും ഈ കേരളത്തിൽ കോവിഡിൽ നിന്ന് മോചിപ്പിച്ചു. പണ്ടത്തെ ട്രംപ് തന്നെയാണ് അന്ന് അവിടെ. ട്രംപ് പറഞ്ഞു നല്ല ശുദ്ധജലം കുടിക്കുക, പാരസെറ്റമോൾ ഗുളിക കഴിക്കുക, കിടക്കുക, ഒരു പ്രശ്നമില്ല. കിടന്നവരാണ് ലക്ഷക്കണക്കിന് മരിച്ചുപോയത്. 60 വയസ്സ് കഴിഞ്ഞ് അനുബന്ധ രോഗങ്ങൾക്കൊരു ചികിത്സയും കിട്ടാതെ ഏറ്റവും കൂടുതൽ മനുഷ്യൻ മരിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ കരുത്തുള്ള, സാമ്പത്തിക കരുത്തുള്ള, സൈനിക കരുത്തുള്ള അമേരിക്കയിലാണ്. ഇവിടെ ഈ കേരളത്തിൽ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിച്ചു ലോകോത്തരമായ രീതിയിൽ. അപ്പോൾ വിദ്യാഭ്യാസ മേഖല ഞാൻ നേരത്തെ പറഞ്ഞു, ആരോഗ്യ മേഖല, പാർപ്പിട പ്രശ്നം, ജോലിയുടെ പ്രശ്നം, എല്ലാ അടിസ്ഥാന മേഖലയിലും നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇടപെട്ട് മുന്നോട്ടേക്ക് പോയാൽ നമ്മൾ 20 കൊല്ലം, ഒരു 10-20 കൊല്ലം കൂടി മുമ്പോട്ടേക്ക്, 57 തുടങ്ങിയ നമ്മൾ ലോകത്തിൻ്റെ വികസിത രാജ്യത്തിൻ്റെ പൊതുചിത്രം 400 വർഷമായി. സഖാവ് പിണറായി പറഞ്ഞു 400 വർഷക്കാലം മുമ്പ് ആരംഭിച്ച വികസന പ്രക്രിയയുടെ ഇന്നത്തെ രീതിയിൽ നിൽക്കുന്ന വികസിത നാട്ടിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് ഈ കേരളത്തിലെ
ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ 20 വർഷം കൂടി കഴിയുമ്പോൾ നവകേരളം എന്ന മുദ്രാവാക്യത്തിലൂടെ നമുക്ക് എത്തിച്ചേരാനാവുമെന്ന് കൃത്യമായിട്ട് ശാസ്ത്രീയമായി സഖാവ് പിണറായി പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഉന്നം. ഒരു പുതിയ കേരളത്തെ സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ്. ഒരു പുതിയ ജനതയെ സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ്. പട്ടിണി കൊണ്ട് സോഷ്യലിസം കൈകാര്യം ചെയ്യലല്ല, നല്ല വളർച്ചയിലേക്ക്, വികസനത്തിലേക്ക് മുന്നോട്ടേക്ക് പോകൽ തന്നെയാണ്. അതിനെയാണ് അതിശക്തിയായിട്ട് എതിർക്കുന്നത്. അതിനെയാണ് കോൺഗ്രസും BJPയും നേരത്തെ പറഞ്ഞതുപോലെ മഴവിൽ സഖ്യമുണ്ടാക്കിയിട്ട് ഈ ഗവൺമെൻറ്റിനെയും ഗവൺമെൻറ് സംവിധാനത്തെയും മുഖ്യമന്ത്രിയെ പ്രത്യേകിച്ചും പാർട്ടിയെല്ലാം ശക്തിയായിട്ട് ഈ മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി എതിർത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഞാനിവിടെ രാവിലെ വന്നപ്പോൾ ബ്രൂവറി പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് പത്രക്കാർ വന്നു. അവിടെ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ്. അവർക്കെല്ലാം പറയാനുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം വെള്ളം ഊറ്റി കൊണ്ടുപോയി കളയും, മലമ്പുഴയിലെ വെള്ളം, അതുപോലെ അവിടെയെല്ലാമുള്ള വെള്ളം, കുടിവെള്ള പ്രശ്നം വരുമെന്നാണ്. സത്യം പറഞ്ഞാൽ ഈ കേരളത്തിൽ ഒരു സ്ഥലത്തും ഒരു കുടിവെള്ള പ്രശ്നം ഉണ്ടാവേണ്ട കാര്യമില്ല. ഞാൻ അവരോട് തന്നെ പറഞ്ഞു, ഒരു വെള്ള പ്രശ്നം ഉണ്ടാവേണ്ട കാര്യമില്ല. എന്താ, സ്ഥലമുണ്ടോ? സ്ഥലമുണ്ടെങ്കിൽ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത കൂടി കണക്കിലെടുത്ത് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്താൽ ഒരു 8-10 കോടി ലിറ്റർ വെള്ളം സംഭരിക്കാൻ ഒരു 5 ഏക്കർ തന്നെ വേണ്ട, 5 ഏക്കർ സ്ഥലം വേണ്ട. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്. ഞാനിന്ന് പത്രക്കാരോട് പറഞ്ഞു, നിങ്ങൾ പോയി കണ്ടോ എന്ന് പറഞ്ഞു. അത് പറശ്ശിനിക്കടവിലെ വിസ്മയ പാർക്കാണ്. ഞാനായിരുന്നു അന്നത്തെ അതിൻ്റെ പ്രസിഡന്റ്. വിസ്മയ പാർക്ക് ഉണ്ടാക്കിയപ്പോൾ എന്താ മനോരമ, ഇതേപോലെ തന്നെ മാർച്ച്, അവിടെ മാർച്ച്, ഇവിടെ മാർച്ച്. എന്താ പ്രശ്നം? കുടിവെള്ളം ഊറ്റുന്നു പറശ്ശിനിക്കടവ് പുഴയിലൂടെ. വളപട്ടണം പുഴയത്, വളപട്ടണം പുഴയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന കോടാനുകോടി വെള്ളം, ശുദ്ധജലം, നല്ല പുഴവെള്ളം, അത് സംസ്കരിച്ചുകൊണ്ടാണ് അവിടെ പാർക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. പാർക്കിനെ പറ്റി ആലോചിച്ചിട്ടൊന്നുമില്ല കേട്ടോ, രജിസ്റ്റർ ചെയ്ത് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഭൂമി ഏറ്റെടുക്കാൻ നോക്കിയപ്പോൾ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അത് അനുവദിച്ചതുമില്ല. അവസാനം നമ്മൾ 25 ഏക്കർ സ്ഥലം അവിടെ വാങ്ങി, ചെറിയ ചെറിയ വിലക്ക് 1000 രൂപ 2000 രൂപയൊക്കെയാണ് ഒരു സെൻറ്റിന് വാങ്ങിയത്. ഇപ്പോൾ 4 ലക്ഷം 5 ലക്ഷം രൂപയുണ്ട് ഒരു സെൻറ്റിന്. സ്ഥലം വാങ്ങി നോക്കിയപ്പോൾ ഒരു സ്ഥലത്ത് ഞാൻ വെറും കാടായിരുന്നു, വെറും കാട് പിടിച്ച് കിടക്കുന്ന മുള്ളു പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെള്ളത്തിൻ്റെ പ്രശ്നമാണ്, കുടിവെള്ള പ്രശ്നം. ഒരു കിണറിനെയും ബാധിക്കാത്ത രീതിയിൽ 8 കോടി ലിറ്റർ വെള്ളം സംഭരിക്കാനുള്ള ഒരു മഴവെള്ള സംഭരണി ഉണ്ടാക്കി. അതിൻ്റെ എണ്ണം പഠിച്ചോ ശരി, 8 കോടി ലിറ്റർ വെള്ളം സംഭരിക്കാൻ. അതൊരു കൊല്ലം പൂർണ്ണമായിട്ട് സംഭരിക്കാൻ പറ്റും. അപ്പോൾ അടുത്ത മഴ വരുമ്പോൾ വീണ്ടും സംഭരിക്കാൻ പറ്റും, ഒരു പ്രയാസമില്ല. അപ്പോൾ ഒരു 10, 16, 20 കോടി ലിറ്റർ വെള്ളം സംഭരിക്കാം. അതിൻ്റെ പുതിയ ടെക്നോളജി, ഒരു ടെക്നോളജി ഇല്ല, വളരെ ലളിതമായ ടെക്നോളജി മാത്രമേ ഉള്ളൂ. എന്നോട് തന്നെ വന്ന് ചോദിച്ചിട്ടുണ്ട്, ഇത് എഞ്ചിനീയർ ആരാണ്? ഒരു എഞ്ചിനീയർ ഉണ്ടായിരുന്നു, നമ്മൾ തന്നെയാണ്. എന്ത് എഞ്ചിനീയർ? അതവിടെ കിടക്കയില്ലേ കുറേ കൊല്ലമായിട്ട്, ആ വെള്ളവർദ്ധന നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഹേസിൻ്റെ ആളുകളോട് നിങ്ങൾ ഞാൻ ചർച്ച ചെയ്തിരുന്നില്ല. ഞാനെന്ന് വിചാരിച്ചാൽ ഗവൺമെൻറ് രാജേഷിൻ്റെ പണിയാണ് ഇതെല്ലാം ചർച്ച ചെയ്യേണ്ടത്. അവർക്ക് വല്ല സംശയമുണ്ടെങ്കിൽ വന്നോ, പറശ്ശിനിക്കടവിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർക്കുണ്ട്. ആ പാർക്കാണ് ഞാൻ വിസ്മയ പാർക്ക്. ആ വിസ്മയ പാർക്കിൻ്റെ താഴെ ഇപ്പോൾ ഒരു താഴ്വര പോലെ വലിയ രീതിയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കായൽ അവിടെ കിടക്കുന്നുണ്ട്, വെള്ളം ഇപ്പോഴും ഉണ്ട്. ഏത് വർഷകാലത്തും ഉണ്ട്, ഏത് വേനൽക്കാലത്തും. അപ്പോൾ അതൊക്കെ ആലോചിക്കാൻ വരണം. 600-ലധികം ആളുകൾക്ക് ജോലി നേരിട്ട് കിട്ടുക, ഒരു 2000 ആളുകൾക്ക് അതിൻ്റെ ഭാഗമായിട്ട് ജോലി കിട്ടുക, നമ്മുടെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനാവുക. അതൊക്കെ സാധിച്ചാൽ ഈ കേരളത്തിൻ്റെ ചിത്രം മാറില്ലേ? നമുക്ക് വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കില്ലേ? ഇവിടെ മുഴുവൻ ഇറക്കുമതി ചെയ്യാണ്. ആ ഇറക്കുമതി ചെയ്യുന്നതിന് പകരം ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള നില വന്നാൽ നമുക്ക് സാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഒരു തരത്തിലുള്ള, ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യം തന്നെയാണ്. ഒരു 50 വർഷക്കാലം ഈ കേരളത്തിൻ്റെ അപ്പുറം കണ്ടുകൊണ്ട് നിലപാട് സ്വീകരിച്ചതാണ് കേരളയിൽ. അത് പറ്റില്ല, ഒരു വികസന പ്രവർത്തനവും നടത്താൻ പറ്റില്ല. ഇങ്ങനെ ഒരു പ്രതിപക്ഷം ലോകത്ത് വേറില്ല. ഒരു വികസന പ്രവർത്തനവും ഞങ്ങൾ അനുവദിക്കില്ല. കാരണം വികസനത്തിന് വോട്ടുണ്ട്. ആ വോട്ട് കിട്ടിയാൽ 3ാമത്തെ പ്രാവശ്യവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വരും. കോൺഗ്രസ്സുകാർ ചർച്ച ചെയ്തതാണ്. കോൺഗ്രസ്സുകാർ ഒരുത്തം പറഞ്ഞെന്താ, ഇങ്ങനെ തന്നെയാണ് പോകുന്നതെങ്കിൽ 3ാമത്തെ പ്രാവശ്യവും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമെന്നാണ്. എന്തൊരു ബേജാറ്, ഇരിക്കേണ്ടി വരും.
ഈ കേരളം വരാൻ പോകുന്ന 2026 മെയ്യിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വീണ്ടും അധികാരത്തിൽ വരാൻ കഴിയുന്ന രാഷ്ട്രീയ പശ്ചാത്തലമാണ് ഉള്ളത്. വേറെ ആര് വരുന്ന മുഖ്യമന്ത്രിയാകാൻ ഇപ്പോഴേ തുടങ്ങിയിരിക്കുകയല്ലേ കുഴപ്പം. സുധാകരൻ ഒരു ഭാഗത്ത് മുഖ്യമന്ത്രിയാവണം, അതുപോലെ തന്നെ മറുഭാഗത്ത് ഈ പറയുന്ന PD സതീശന് മുഖ്യമന്ത്രിയാവണം, K സുരേന്ദ്രന് വേറെ മുഖ്യമന്ത്രിയാവണം, അല്ല ഈ പറയുന്ന സുധാകരന് വേറെ മുഖ്യമന്ത്രിയാവണം, KC വേണുഗോപാൽ ഇതിൻ്റെ എല്ലാ ഇടയിൽ മുഖ്യമന്ത്രിയാവണം. ഇങ്ങനെയെല്ലാം കുറേ മുഖ്യമന്ത്രിമാർ കൂടി ചേർന്ന് കളിക്കുകയാണ്. കേരളത്തിൽ ആര് മുഖ്യമന്ത്രിയാവും എന്നുള്ളത് പ്രശ്നമല്ല. കേരളത്തിൻ്റെ ഈ വികസന പ്രക്രിയയെ നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന രാഷ്ട്രീയ ഇച്ഛാശക്തി വേണം. അതിനടിസ്ഥാനപ്പെടുത്തി മുന്നോട്ടേക്ക് പോകുമ്പോൾ ഒരു ഭാഗത്ത് ഭൂരിപക്ഷ വർഗീയത, മറുഭാഗത്ത് ന്യൂനപക്ഷ വർഗീയത. BJP RSS വിഭാഗം പൂർണ്ണമായിട്ട് നമുക്കെതിരായിട്ട് ഭൂരിപക്ഷ വർഗീയതയുടെ ഭാഗമായിട്ട് കളിക്കുകയാണ്. അത് ഈ പാർലമെൻറ്റ് അസംബ്ലി ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് കണ്ടല്ലോ. 4500 വോട്ട് BJPയിൽ നിന്ന് കോൺഗ്രസ് വാങ്ങി. 4500 വോട്ട്. SDPI 10,000 വോട്ട് ഞങ്ങൾ നൽകി എന്ന് പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞു. റിസൾട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് വിക്ടോറിയ കോളേജിൻ്റെ മുമ്പിൽ നിന്ന് പ്രകടനം ആരംഭിച്ചത് SDPI ആണ്. ജമാഅത്തെ ഇസ്ലാമിനും കുറച്ച് വോട്ടുണ്ട്, 2,000-3,000 വോട്ട്. AK എന്ന് പറഞ്ഞ അത്ഭുതകരമായ ഭൂരിപക്ഷം എന്ന് പറയും. ഇതാ കാര്യം. 4,500 BJPയിൽ നിന്ന് വാങ്ങി, 10,000 SDPI നിന്ന് വാങ്ങി, 3,000-ലധികം വരുന്നത് ജമാഅത്തെ ഇസ്ലാമിൽ നിന്ന് വാങ്ങി. ഞാൻ പറഞ്ഞില്ലേ, രാജ്യം ഒരു മതരാഷ്ട്രം, അതിൻ്റെ കൗണ്ടർ പാർട്ടാണ് ജമാഅത്തെ ഇസ്ലാമി. ഒരു ഇസ്ലാം രാഷ്ട്രമുണ്ടാക്കുക തീവ്ര വലതുപക്ഷ തീവ്ര, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലുള്ള വർഗീയ നിലപാട് സ്വീകരിച്ചു നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. അതിൻ്റെ ഒപ്പം തന്നെയാണ് ഭീകരവാദ പ്രസ്ഥാനം എന്ന രീതിയിൽ SDPIയും ഉള്ളത്. ഇവർ രണ്ടും ഇപ്പോഴും UDFൻ്റെ സഖ്യകക്ഷികളാണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനും ഇവർ സഖ്യകക്ഷിയാണ്, ഇപ്പോഴും സഖ്യകക്ഷിയാണ്. ഇവർക്കെല്ലാം ഇവർ പറഞ്ഞതുപോലെ 10,000, 5,000 ഒക്കെ വോട്ടുണ്ട് ഇവിടെ. ഓരോ മണ്ഡലത്തിലും ഉണ്ട്, പ്രത്യേകിച്ച് മലബാറിൽ മുസ്ലിം സാന്ദ്രത കൂടുതലുള്ള മേഖലയിലാകെ. ഇവരുടെ എല്ലാം വോട്ട് വാങ്ങിയിട്ടാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഏറ്റവും അവസാനം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അവർ ജയിച്ചത്. വലിയ രീതിയിൽ ജയിച്ചത്. വോട്ടൊക്കെ കുറേ അധികം ഉണ്ടാവും, പക്ഷെ ഇവരുടെ വോട്ടാണ്. പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ വാങ്ങിയ വോട്ട് ഇവരെ തന്നെയാണ്. രാഹുൽ ഗാന്ധി വാങ്ങിയ വോട്ട് ഇത് തന്നെയാണ്. അന്നൊന്നും അവർ വരെ തന്നെ പ്രത്യേക സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല. എല്ലാം ന്യൂനപക്ഷ വർഗീയതയുടെ ഒപ്പം ചേർന്ന് അതിന് ഗുണഭോക്താവായി കോൺഗ്രസ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃത്യമായ എഞ്ചിനീയറിംഗ് സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ടേക്ക് പോകുമ്പോൾ അതിൻ്റെ അനുയായികളായി മുസ്ലിം ലീഗ് മാറുന്ന ചിത്രം ഇതല്ലേ നമ്മൾ കണ്ടത്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി, SDPI, മുസ്ലിം ലീഗ്, കോൺഗ്രസ് ഇവരെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനും എതിരെ, മറുഭാഗത്ത് വലതുപക്ഷ തീവ്രവാദത്തിൻ്റെ ഭാഗമായിട്ട് നിലപാട് സ്വീകരിക്കുന്ന BJPI, സംഘപരിവാർ വിഭാഗങ്ങൾ, RSS മുഴുവൻ നമുക്കെതിരെ. ഇവരെല്ലാം പൂർണ്ണമായിട്ട് പിന്തുണച്ചുകൊണ്ട് നമ്മുടെ മാധ്യമ ശൃംഖലകളാകെ ഇതിനെല്ലാം അഭിമുഖീകരിച്ചുകൊണ്ട് വേണം നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ. ഇവിടെ ചാതുർവർണ്ണ വ്യവസ്ഥയും മനു സിദ്ധാന്തവും അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഭരണഘടന ഉണ്ടാക്കാൻ, ആ നിലയിൽ നമ്മുടെ രാജ്യത്തെ എത്രയോ പതിറ്റാണ്ടുകളിലേക്ക്, നൂറ്റാണ്ടുകളിലേക്ക് പിന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഫ്യൂഡൽ ജീർണതയിൽ അധിഷ്ഠിതമായ നിലപാടുകളെ ഓരോന്നും ഫലപ്രദമായിട്ട് എതിർത്തുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുള്ളൂ. അത് വാചകം കൊണ്ടുള്ള എതിർപ്പ് മാത്രമല്ല, പ്രായോഗികമായി കേരളത്തിലെ ജനങ്ങളെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോകോത്തരമായ രീതിയിൽ ആ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കണം. ഇനിയുള്ള മണിക്കൂറുകളും ദിവസങ്ങളുമെല്ലാം അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് ഫലപ്രദമായി ഉപയോഗിക്കേണ്ടത്. വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞാൽ നമ്മുടെ അസംബ്ലി തെരഞ്ഞെടുപ്പ്, ഇതിലെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ശക്തിപ്പെടുത്താനും അതിനെതിരായിട്ട് വരുന്ന എല്ലാ വെല്ലുവിളികളെയും നമുക്ക് അഭിമുഖീകരിച്ച് മുന്നോട്ടേക്ക് പോകാനും സാധിക്കേണ്ടതായിട്ടുണ്ട്. അതിന് സാധിക്കുമെന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയമില്ല. ഈ വെല്ലുവിളിയെ അഭിമുഖീകരിച്ചുകൊണ്ട് നമുക്ക് വരാൻ പോകുന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ കൂട്ടായി, ഒറ്റക്കെട്ടായി, ഒരേ മനസ്സോടെ മുമ്പോട്ടേക്ക് നയിക്കാനാവണം. പാർട്ടിയുടെ ചരിത്രത്തിലില്ലാത്ത രീതിയിലുള്ള യോജിപ്പാണ് പാർട്ടിക്കകത്ത് ഇന്ത്യയിലുടനീളം, പ്രത്യേകിച്ച് കേരളത്തിലും അതുപോലെ പാലക്കാടും ഉണ്ടായിട്ടുള്ളത്. ഈ ഐക്യം നിലനിർത്തി അതിശക്തിയായിട്ട് മുന്നോട്ടേക്ക് പോകുന്നതിന് ഒരു നാഴികക്കല്ലായി 24ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള
ഈ ജില്ലാ സമ്മേളനം തീർച്ചയായിട്ടും അതിൻ്റെ വഴികാട്ടിയായി നിൽക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ആ രീതിയിൽ ഈ സമ്മേളനം ഗൗരവപൂർണമായ രീതിയിലുള്ള ചർച്ചയും വിമർശനവും സ്വയം വിമർശനവും എല്ലാം നടത്തി പുതിയ കമ്മിറ്റിയെയും അതുപോലെ തന്നെ അതിൻ്റെ സെക്രട്ടറിയെയും എല്ലാം തിരഞ്ഞെടുത്ത് മുന്നോട്ടേക്ക് പോകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.